എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? എല്ലാ പ്രശ്നങ്ങളും ശരിയാകൂട്ടോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. നല്ല ത്രില്ലർ കഥ വീണ്ടും ഞാൻ വന്നിരിക്കുന്നു. പെട്ടെന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നേരെ കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ അതിരാവിലെ 4:30. കൊച്ചി നഗരം ഇതുവരെ പൂർണ്ണമായും ഉണർന്നിട്ടില്ല. എന്നാൽ പനമ്പള്ളി നഗറിലുള്ള ആ അപ്പാർട്ട്മെൻറ്റിലെ ജിംഭാഗത്ത് സിംഹപ്പെരുമാൾ നേരത്തെ തന്നെ വിയർപ്പിൽ കുളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ദിനചര്യയിൽ ഈ 1.5 മണിക്കൂർ വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൃഢമായ ശരീരം, വീതിയുള്ള തോളുകൾ, ഇരുമ്പ് പോലെയുള്ള കൈകൾ, ഇവയെല്ലാം ഒരു അധ്യാപകന് വേണ്ടത് മാത്രമല്ല, ഒരു വേട്ടക്കാരന് വേണ്ട ശരീര യോഗ്യതയുമാണ്. ഒരു കുറ്റവാളിയുടെ മനസ്സിനെ കീഴടക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ശരീരം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ നയം. വ്യായാമം കഴിഞ്ഞ് തൻ്റെ ഫ്ലാറ്റിലെത്തി ഒരു കപ്പ് ബ്ലാക്ക് കോഫി കുടിച്ചുകൊണ്ട് അന്നത്തെ പത്രമെടുത്തു. ലോകമെമ്പാടുമുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും പുതിയ ഫോറൻസിക് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും വായിക്കുന്നത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. സിംഹപ്പെരുമാൾ വെറുമൊരു പുസ്തക പുഴുവല്ല, ക്രിമിനോളജി അദ്ദേഹത്തിന് പാഠമാണ്. എന്നാൽ സൈബർ സെക്യൂരിറ്റിയും ഫോറൻസിക് ശാസ്ത്രവും അദ്ദേഹത്തിന് വഴങ്ങുന്ന കലകളാണ്. ഒരു കമ്പ്യൂട്ടറിൽ നുഴഞ്ഞു കയറി ഹാക്കറെ കണ്ടെത്തുന്നതിലും ഒരു പഴയ രക്തക്കറ വച്ച് കൊലയാളിയുടെ പ്രായം കണക്കാക്കുന്നതിലും അദ്ദേഹം ഒരു പ്രതിഭയാണ്. 40 വയസ്സ് പിന്നിട്ട പെരുമാൾ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ലിസ്റ്റിൽ ഇപ്പോഴും 1-ാം സ്ഥാനത്താണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന കോളേജിലായാലും താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലായാലും അദ്ദേഹത്തിന് 20 മുതൽ 40 വയസ്സുവരെയുള്ള സ്ത്രീകളുടെ ആരാധക വൃന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ പത്രത്തിൽ വന്ന എല്ലാ വാർത്തകളും നോക്കിയ ശേഷം, പ്രത്യേകിച്ച് ക്രൈം വാർത്തകൾക്ക് മാത്രം പ്രത്യേക താല്പര്യത്തോടെ സമയം നീക്കിവെച്ച് വായിച്ചു തീർത്ത് അദ്ദേഹം എപ്പോഴും കുടിക്കുന്ന എനർജി ഡ്രിങ്കായ ബദാം, പിസ്ത, ഈന്തപ്പഴം, വാൽനട്ട് എന്നിവ ചേർത്ത് ബനാന മിൽക്ക് ഷേക്ക് തയ്യാറാക്കി കുടിച്ചുകൊണ്ട് തൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറി ഒരു രാജാവിൻ്റെ മുറി പോലെ അലങ്കരിച്ചിരുന്നു. മനോഹരമായ തിരശീലകൾ, ചുവരുകളിൽ പലയിടത്തായി തൂങ്ങിക്കിടക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ. അതുമാത്രമല്ല, മികച്ച കരകൗശല വസ്തുക്കൾ ശേഖരിച്ച് അത് കൃത്യമായി ഭംഗിയായി അലങ്കരിച്ച് വച്ചിരിക്കുന്നു. പെരുമാൾ തൻ്റെ ബെഡ്റൂമിനോട് ചേർന്നുള്ള കുളിമുറിയിൽ പോയി കുളി കഴിഞ്ഞ് പുറത്തു വന്ന ഉടനെ തൻ്റെ അലമാര തുറന്നു. അതിൽ തൻ്റെ അച്ഛനമ്മമാരുടെ ഫോട്ടോകളുണ്ടായിരുന്നു. അതിലൊരു ചെറിയ വിളക്ക് തെളിയിച്ചു വെച്ച് തറയിലേക്കിരുന്ന് 5 മിനിറ്റ് ശാന്തമായി ധ്യാനിച്ചു. പിന്നീട് എഴുന്നേറ്റിറങ്ങി. രാവിലെ 10 മണി. എറണാകുളം ഗവൺമെൻറ് ആർട്സ് കോളേജ്. കോളേജ് വളപ്പിൽ പെരുമാളിൻ്റെ റോയൽ എൻഫീൽഡ് ബൈക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ആവേശം പരക്കും. അദ്ദേഹം ഒരു കർക്കശക്കാരനായ പ്രൊഫസറല്ല, മറിച്ച് വിദ്യാർത്ഥികളോട് സൗഹൃദത്തോടെ പെരുമാറുന്ന ഒരു വഴികാട്ടിയാണ്. ക്ലാസ് മുറിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചതോടെ ബഹളം വെച്ച് സംസാരിച്ചിരുന്ന വിദ്യാർത്ഥികൾ നിശബ്ദരായി. കറുത്ത നിറത്തിലുള്ള ഫോർമൽ വസ്ത്രത്തിൽ കൈകൾ തെറുത്തുവെച്ച് അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി. ഗുഡ് മോർണിംഗ് സാർ, ക്ലാസ് ഒന്നടങ്കം ശബ്ദിച്ചു. ഗുഡ് മോർണിംഗ്, ഇരിക്കൂ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ മാസ്ക് ഓഫ് സാനിറ്റിയാണ്. അതായത് ഒരു കുറ്റവാളി എങ്ങനെ ഒരു സാധാരണ മനുഷ്യരെ പോലെ സമൂഹത്തിൽ ഒളിച്ചു ജീവിക്കുന്നുവെന്ന് നമ്മൾ നോക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് ബോർഡിൽ ചോക്കുകൊണ്ട് വലിയൊരു വൃത്തം വരച്ചു. സാർ, ഒരു ചോദ്യം എന്ന് കൈ ഉയർത്തി വിഘ്നേഷ് ചോദിച്ചു. ചോദിക്കൂ വിഘ്നേഷ്. പെരുമാൾ പുഞ്ചിരിയോടെ അവൻ അനുവാദം നൽകി. ഒരു സൈക്കോ കില്ലർ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഉണ്ടായാൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ലേ? അവരെ കാണുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത തോന്നില്ലേ? അവൻ ചോദിച്ചു. ഓ, തോന്നുമല്ലോ വിഘ്നേഷ്, നീ തന്നെ ഒരു സൈക്കോ കില്ലറല്ലേ എന്നടുത്തുള്ള ഒരു പെൺകുട്ടി കളിയാക്കിയപ്പോൾ. ബി ക്വയറ്റ് എന്ന് പെരുമാൾ പറഞ്ഞു. അദ്ദേഹം സ്റ്റേജിൽ നിന്നും താഴെ ഇറങ്ങി വിദ്യാർത്ഥികൾക്ക് അരികിലേക്ക് വന്നു. നല്ല ചോദ്യമാണ് വിഘ്നേഷ്. നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ കൊലയാളികളാരും ഭയാനകമായ മുഖത്തോടെ ഇരിക്കില്ല. സത്യം പറയുകയാണെങ്കിൽ അവർ നിന്നെപ്പോലെയോ എന്നെപ്പോലെയോ വളരെ മാന്യന്മാരും മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവമുള്ളവരുമായിരിക്കാം. അവരുടെ ആയുധം വിശ്വാസമാണ്. പിന്നിലിരുന്ന നീതു ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അവരെ എങ്ങനെയാണ് സാർ തിരിച്ചറിയുന്നത്? അവിടെയാണ് ഫോറൻസിക് സൈക്കോളജി പ്രവർത്തിക്കുന്നത് നീതു. എന്നിട്ട് വിശദീകരിക്കാൻ തുടങ്ങി പെരുമാൾ. അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു സിഗ്നേച്ചർ ഉണ്ടാകും. അവർ എത്രത്തോളം ബുദ്ധിപരമായി പ്ലാൻ ചെയ്താലും അവരുടെ ഉപബോധ മനസ്സിലെ ഈ വൈകൃതങ്ങൾ ഏതെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കും. ഒരാളുടെ കമ്പ്യൂട്ടർ തിരച്ചിൽ, അതായത് സെർച്ച് ഹിസ്റ്ററി മുതൽ
അയാൾ സംസാരിക്കുന്ന വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അക്രമം വരെ എല്ലാം ചേർത്ത് നോക്കിയാൽ ആ മുഖം മൂടി അഴിച്ചു മാറ്റാം. അദ്ദേഹം തൻ്റെ ലാപ്ടോപ്പ് തുറന്ന് ഒരു പഴയ കേസ് സ്ക്രീനിൽ കാണിച്ചു. ഈ കൊലയാളി ഒരു സൈബർ സെക്യൂരിറ്റി വിദഗ്ധനായിരുന്നു. എന്നാൽ അവൻ ചെയ്തത് ഒരു ചെറിയ തെറ്റാണ്, ഒരു ഡിജിറ്റൽ ഫുട്പ്രിൻ്റ്. അത് കണ്ടെത്താൻ നമുക്ക് സാങ്കേതിക അറിവ് വേണം. അതേസമയം കുറ്റവാളിയെപ്പോലെ ചിന്തിക്കാനുള്ള മനസ്സിൻ്റെ പക്വതയും വേണം. വിദ്യാർത്ഥികൾ കണ്ണു ചിമ്മാതെ ശ്രദ്ധിച്ചിരുന്നു. പെരുമാളിൻ്റെ പാഠം എന്നത് വെറും പുസ്തകമല്ല, അതിൻ്റെ അറിവ് മാത്രമല്ല, അതൊരു ത്രില്ലർ നോവൽ വായിക്കുന്ന പോലെയുള്ള അനുഭവമാണ്. ഒന്നു മാത്രം ഓർക്കുക, പെരുമാളിൻ്റെ ശബ്ദം ഇപ്പോൾ ഗൗരവത്തിലായി. ഇരുട്ടെന്നത് പുറത്തല്ല, അത് മനുഷ്യ മനസ്സുകളുടെ ഇടനാഴികളാണ്. അത് തിരഞ്ഞു പിടിക്കുക എന്നത് നമ്മുടെ ജോലിയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ക്രിമിനോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾക്കുള്ളിൽ പല ചോദ്യങ്ങളും ഉയർന്നു വരും. ഏത് ക്രൈമിനെക്കുറിച്ച് കേട്ടാലും പഠിച്ചാലും അതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനെ വേരോടെ പിഴുത് അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ജോലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പെരുമാളിൻ്റെ മുഖത്തേക്ക് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഒരു ചെറിയ ചലനം പോലുമില്ലാതെ ശ്രദ്ധിച്ചിരുന്നു. കൊച്ചിയിലെ ഫോർട്ട് കൊച്ചി കടൽ തീരത്തോട് ചേർന്നുള്ള ശാന്തമായ കോളനി പകൽ സമയത്ത് കാണാൻ വളരെ മനോഹരമായിരിക്കും. എന്നാൽ അന്ന് ആ പ്രദേശം ഒരു മരണനിശബ്ദതയിൽ ഉറച്ചുപോയിരുന്നു. അമാവാസി രാവായതിനാൽ ആകാശം കറുത്ത മഷി പുരട്ടിയതുപോലെയിരുന്നു. നിർഭാഗ്യവശാൽ ആ തെരുവിലെ വിളക്കുകളെല്ലാം കേടായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രീതി തൻ്റെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് മടങ്ങുകയാണ്. അവളുടെ സ്കൂൾ ബാഗ് തോളിൽ ഭാരമായിരുന്നു. കയ്യിൽ ഒരു ചെറിയ വെള്ള കുപ്പിയുമായി അവൾ പതുക്കെ നടന്നു പോകുന്നു. ആ പ്രദേശത്ത് ആൾപെരുമാറ്റം ഒട്ടുമില്ലായിരുന്നു. പേടി മാറ്റാൻ അവൾ തനിക്കിഷ്ടപ്പെട്ടൊരു പഴയ മേലടിപ്പാട്ട് മെല്ലെ മൂളിക്കൊണ്ടാണ് നടന്നത്. തൻ്റെ പിന്നാലൊരു നീണ്ട നിഴൽ തന്നെ പിന്തുടരുന്നത് അവൾ ശ്രദ്ധിച്ചില്ല. ആ നിഴൽ മനുഷ്യൻ ഒരു വേട്ടപ്പട്ടിയെപ്പോലെ ശബ്ദമില്ലാതെ അവളുടെ ഓരോ ചുവടിനെയും പിന്തുടർന്നു. അവളുടെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ആകാശം പിളരുന്നതുപോലെ ഒരു വലിയ ഇടിമുഴക്കം കേട്ടു. മിന്നൽ പിണങ്ങിയ ആ ഒരു നിമിഷത്തിൽ ആ തെരുവിലെ ഇരുട്ട് ഒരു നിമിഷം വെളിച്ചമായി. അതേ സെക്കൻഡിൽ പിന്നാലെ ഉണ്ടായിരുന്ന രൂപം പ്രീതിയെ പാഞ്ഞു വന്ന് ആക്രമിച്ചു. ഒരു സിംഹത്തിൻ്റെ നഖങ്ങൾ പോലെയുള്ള മൂർച്ചയുള്ള ആയുധം അവളുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി. അവൾക്ക് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. തൊണ്ടയിൽ നിന്നും രക്തം ഉമിളകളായി പുറത്തേക്ക് വന്നപ്പോൾ അവൾ തറയിലേക്ക് വീണു. ആ അർദ്ധബോധാവസ്ഥയിൽ മിന്നൽ വെളിച്ചത്തിൽ അവൾ കൊലയാളിയുടെ മുഖം അല്പം ശ്രദ്ധിച്ചു. ഒരു കാട്ടുസിംഹം തൻ്റെ മൂർച്ചയുള്ള നഖങ്ങളാൽ തന്നെ മാന്തി കീറുന്നതുപോലെയുള്ള വേദന അവളുടെ ശരീരമാകെ പടർന്നു. അവളുടെ കണ്ണുകൾ നിശ്ചലമായി. ഹൃദയം തൻ്റെ അവസാന മിടിപ്പും കഴിഞ്ഞ് പതുക്കെ അടങ്ങി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ആ ശാന്തമായ കോളനി ഇപ്പോൾ ഒരു യുദ്ധക്കളം പോലെ കാണപ്പെട്ടു. നീല നിറത്തിലുള്ള പോലീസ് ജീപ്പ് ലൈറ്റുകൾ ആ ഇരുട്ടിനെ കീറിമുറിച്ചു. മഞ്ഞ നിറത്തിലുള്ള ക്രൈം സീൻ ക്രോസ് റിബണുകൾ ആ പ്രദേശത്തിനു ചുറ്റും കെട്ടിയിരുന്നു. ക്യാമറകളുടെ ഫ്ലാഷ് വെളിച്ചം പ്രീതിയുടെ നിശ്ചലമായ മുഖത്ത് മിന്നൽ പോലെ വീണുമറഞ്ഞു. ഫോറൻസിക് വിദഗ്ധർ വളരെ ശ്രദ്ധയോടെ തറയിലുണ്ടായിരുന്ന രക്തസാമ്പിളുകളും കാൽപ്പാടുകളും ശേഖരിക്കുകയാണ്. എൻ്റെ മോളെ ഇങ്ങനെ ചെയ്തല്ലോ. പ്രീതിയുടെ അമ്മയുടെ കരച്ചിൽ ആ അർദ്ധരാത്രിയിലും ആ പ്രദേശത്തെ ഉണർത്തി. അവളുടെ അച്ഛൻ എന്തു ചെയ്യണമെന്നറിയാതെ ചുമരിൽ തലയിടിച്ച് കരയുകയാണ്. അയൽക്കാർ കൂട്ടമായി നിന്ന് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാണിത്? ഒരു ചെറിയ കുട്ടിയാണെന്ന് പോലും നോക്കാതെ ഇങ്ങനെ ചെയ്തല്ലോ. സിംഹത്തിൻ്റെ നഖം കൊണ്ട് കീറിയതുപോലെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് മനുഷ്യൻ ചെയ്ത പണിയാണോ അതോ വേറെ വല്ലതുമാണോ എന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ജനങ്ങൾക്കിടയിലേക്ക് വന്ന് 2 പോലീസ് കോൺസ്റ്റബിൾമാർ, ഏയ് നിങ്ങൾ പോകൂ, എന്തിനാണ് ഇവിടെ സംസാരിച്ച് നിൽക്കുന്നത്, വഴിമാറ്, CI വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങിപ്പോയി. SI പളനി അവിടെ എത്തി. എന്താണിത്, ക്രൈം സീനിൽ ഇത്രയധികം ആൾക്കൂട്ടം, എല്ലാവരെയും അവിടുന്ന് മാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് വന്ന്, സാർ, കാൽപ്പാടുകൾ വല്ലതും കിട്ടിയോ? ഇതൊരു പൊതുസ്ഥലമാണ്, ധാരാളം കാൽപ്പാടുകൾ ഉണ്ടാകാം. എങ്കിലും നിങ്ങൾ കഴിയുന്നത്ര കാൽപ്പാടുകൾ ശേഖരിക്കൂ. ഈ കൊലപാതകം തന്നെ വളരെ വ്യത്യസ്തമായാണ് നടന്നിരിക്കുന്നത്. ഏതെങ്കിലും മൃഗത്തിൻ്റെ നഖം കൊണ്ട് കീറിയതുപോലെ മുഖത്തും കഴുത്തിലും നെഞ്ചിൻ്റെ ഭാഗത്തുമെല്ലാം കീറിയിട്ടുണ്ട്. വളരെ ആഴത്തിലുള്ള മുറിവുകളാണ്. ഏതെങ്കിലും ഒരു വെറി പിടിച്ച സിംഹം വന്ന് ആക്രമിച്ചതുപോലെയാണ് തോന്നുന്നത്. എന്താണ് സാർ, നിങ്ങൾ സിംഹം ആക്രമിച്ചെന്നൊക്കെ പറയുന്നു. തീർച്ചയായും ഈ കുട്ടിയെ ഇഷ്ടപ്പെടാത്ത ആരോ ആണ് ഇത്രയും ക്രൂരമായി കൊല ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താൽ എങ്ങനെയായാലും കൊലയാളിയെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ പളനിയെ നോക്കി ഫോറൻസിക് ഉദ്യോഗസ്ഥൻ ചിരിച്ചു. ആ കൂട്ടത്തിൽ ഒരു മൂലയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഭയാനകമായ കൊലപാതകത്തിൻ്റെ രീതി കണ്ട് ഞെട്ടിപ്പോയിരുന്നു.
അതൊരു സാധാരണ കൊലപാതകമല്ല, ഒരു വൈകൃതമായ വേട്ടയുടെ തുടക്കമാണെന്ന് അവർക്കപ്പോൾ തോന്നിയിരുന്നില്ല. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം പരിഭ്രാന്തിയിലായിരുന്നു. സബ് ഇൻസ്പെക്ടർ പളനിക്ക് ഇതൊരു അഗ്നിപരീക്ഷണമാണ്. ആ സ്റ്റേഷനിൽ നിലവിൽ CI ഇല്ലാത്തതിനാൽ മുഴുവൻ ഉത്തരവാദിത്വവും അദ്ദേഹത്തിൻ്റെ തലയിലായിരുന്നു. പളനിയുടെ മേശപ്പുറത്ത് ഫയലുകൾ കുന്നുകൂടി കിടക്കുന്നു. കമ്മീഷണർ ഓഫീസിൽ നിന്നും ഓരോ 10 മിനിറ്റിലും ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. രാഷ്ട്രീയക്കാർ, വാർത്താ ചാനലുകൾ, സോഷ്യൽ മീഡിയ എന്നിങ്ങനെ 4 ഭാഗത്തു നിന്നും സമ്മർദ്ദം. ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ക്രൂരമായ കൊലപാതകം കൊച്ചി നഗരത്തെ പിടിച്ചലച്ചു. എവിടെ നോക്കിയാലും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. പളനി തൻ്റെ തൊപ്പി മേശപ്പുറത്ത് വെച്ചിട്ട് തല തിരുമ്മി. അപ്പോൾ അവിടേക്ക് വന്ന ഹെഡ് കോൺസ്റ്റബിൾ പുഷ്പ, സാർ ഒന്ന് സംസാരിക്കാനുണ്ട്. വരൂ പുഷ്പ ചേച്ചി, നല്ല തലവേദനയാണ്, ഒരു കോഫി പറയാമോ? 2 പേർക്കും കൂടെ പറയൂ. ചൂട് പറക്കുന്ന കോഫി വന്നതോടെ പുഷ്പ അദ്ദേഹത്തെ നോക്കി. സാർ, പ്രീതി കേസിൻ്റെ കാര്യം സംസാരിക്കാനാണ്. പറയൂ, നിങ്ങളും കോഫി കുടിക്കൂ. നേരം വെളുക്കുവോളം ക്രൈം സീനിലെല്ലാം പരിശോധിച്ചു. പക്ഷേ ഒരു ഫിംഗർ പ്രിൻ്റ് കിട്ടിയില്ല. പോരാത്തതിന് CCTV ക്യാമറയിലുള്ള ദൃശ്യങ്ങളെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട് എന്ന് മടുപ്പോടെ പളനി പറഞ്ഞു. സാർ, എനിക്കെന്തോ ഈ കേസ് വലിയ തലവേദനയാകുമെന്ന് തോന്നുന്നു. തലവേദന മാത്രമല്ല ചേച്ചി, എനിക്കെന്തോ ഈ കേസ് എൻ്റെ കരിയറിൽ തന്നെ വലിയൊരു പ്രശ്നമാകുമെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കിത് വേറൊരു രീതിയാണ് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും ഈ കേസ് വഴി നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ മാറ്റമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് മാറ്റമുണ്ടാകാൻ എന്ന് മടുപ്പോടെ ചോദിച്ച പളനിയോട്, ഒന്നുമില്ലാതിരിക്കില്ല സാർ. അപ്പോൾ അവനെന്താ ആവിയായിട്ടാണോ അവളെ കൊന്നുപോയത്? ആ പെൺകുട്ടിയുടെ കഴുത്തിലുള്ള പാട് അത് ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ നഖം പോലെയാണ്. പകപോക്കലാണോ അതോ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ സാർ. അതേ ആശയക്കുഴപ്പത്തിലാണ് ഞാനും പുഷ്പ. ശരി, നിങ്ങൾ പറയൂ, എന്തുണ്ടായി? ഞാനും അവളുടെ അച്ഛൻ, അമ്മ, പിന്നെ ബന്ധുക്കൾ എല്ലാവരോടും അന്വേഷിച്ചു സാർ. അവരുടെ വീടും കൃത്യമായി പരിശോധിച്ചു. ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും പ്രണയ നൈരാശ്യമോ കാമുകന്മാരോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കി. ബന്ധുക്കളോ വീട്ടുകാരോ എല്ലാവരും പറയുന്നത് അത്തരത്തിലൊന്നുമില്ല എന്നാണ്. ഒരു തുമ്പും കിട്ടിയിട്ടില്ല സാർ. ശരി പുഷ്പ, അടുത്ത പ്ലാൻ എന്താണ്? അവരുടെ സ്കൂളിൽ പോയി അന്വേഷിക്കണം സാർ. ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടും ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. വെരി ഗുഡ്, നിങ്ങളത് തുടരൂ. ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ചോദിച്ച് റിപ്പോർട്ട് വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പളനിയും ഇറങ്ങി. അതേസമയം ഒരു രഹസ്യമായ ഇരുട്ടുമുറി. ആ മുറി ഒരു മ്യൂസിയം പോലെ കാണപ്പെട്ടു. എന്നാൽ അതൊരു വേട്ടക്കാരൻ്റെ മ്യൂസിയമാണ്. ചുവരുകൾ മുഴുവനും സിംഹങ്ങളുടെ പ്രതിമകൾ, കരകൗശല വസ്തുക്കൾ. ഒരു സിംഹം തൻ്റെ ഇരയെ എങ്ങനെ കഴുത്തിൽ പിടിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന വലിയ ചിത്രങ്ങൾ ആ മുറിയിലെ അക്രമത്തെ നിശബ്ദമായി വിളിച്ചു പറയുന്നു. ഒരു വശത്തെ ചുമര് മുഴുവനും പ്രീതിയുടെ ഫോട്ടോകളാൽ നിറഞ്ഞിരിക്കുന്നു. അവൾ ട്യൂഷൻ പോകുന്ന സമയം, അവളുടെ സുഹൃത്തുക്കൾ, അവൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എന്നിങ്ങനെ ഓരോന്നും കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിന് താഴെ ഒരു തീയതിയും സമയവും ചുവന്ന മഷി കൊണ്ട് വൃത്തം വരച്ചിരിക്കുന്നു. കൃത്യമായി ആ സമയത്താണ് പ്രീതിയുടെ ജീവൻ എടുക്കപ്പെട്ടത്. ഒരു സിംഹമുഖം മൂടി അണിഞ്ഞ രൂപം ആ ഇരുട്ടുമുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അവനൊരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് പ്രീതിയുടെ കൊലപാതക വാർത്ത കണ്ടുകൊണ്ടേയിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഒരു വിഷമവുമില്ലായിരുന്നു, മറിച്ച് ഒരു വേട്ട കഴിഞ്ഞ സംതൃപ്തിയാണ് ഉണ്ടായിരുന്നത്. അവൻ പതുക്കെ ചുമരിലുണ്ടായിരുന്ന പ്രീതിയുടെ വിവരങ്ങളെല്ലാം ഊരിയെടുത്തു. ഒരു ചെറിയ ഇരുമ്പ് പാത്രത്തിൽ തീയിട്ട് കത്തിച്ചു. ആ ചിത്രങ്ങൾ ചാരമായി മാറി. പ്രീതിയുടെ എല്ലാ കാര്യങ്ങളും അവൻ മായ്ച്ചു കളഞ്ഞു. അവൻ തൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു പുതിയ ഫയൽ തുറന്നു. അതിന് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പേരിട്ടു. അവൻ നിർമ്മിച്ചൊരു പ്രത്യേക ആപ്പ് തുറന്നു. അതിൽ പലരുടെയും വിവരങ്ങൾ മിന്നൽ വേഗത്തിൽ പാഞ്ഞു. അവൻ എൻ്റർ ബട്ടൺ അമർത്തിയ അടുത്ത നിമിഷം ഒരു വൃദ്ധൻ്റെ ചിത്രം സ്ക്രീനിൽ വലുതായി തെളിഞ്ഞു. പേര് ജ്ഞാനവേൽ, വിരമിച്ച RTO ഓഫീസർ, വയസ്സ് 68. ആ സിംഹമുഖം മൂടിക്ക് പിന്നിൽ ഒരു മെല്ലെയുള്ള ചിരി കേട്ടു. അടുത്ത വേട്ടയ്ക്കുള്ള കളം തയ്യാറായി കഴിഞ്ഞു. കൊച്ചി നഗരത്തിൽ ഒരു പ്രധാന സർക്കാർ ആശുപത്രി തിരക്കിലായിരുന്നു. വെള്ളവസ്ത്രം ധരിച്ചൊരു ഡോക്ടറെ നിർത്തി സബ് ഇൻസ്പെക്ടർ പളനി ചോദിച്ചു, സാർ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ മിസ്റ്റർ രഘുറാം എവിടെയായിരിക്കും? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ പോയി നോക്കി, അവിടെയില്ല. സാറിപ്പോൾ മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ബ്ലോക്കിലുണ്ടാകുമെന്ന് കരുതുന്നു. വേണമെങ്കിൽ അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം നേരിട്ട് 1ാം നിലയിലേക്ക് പോയി. അവിടെ ഡോക്ടർ രഘുറാമിനെ കണ്ടപ്പോൾ, ഹായ് സാർ, ഐ ആം സബ് ഇൻസ്പെക്ടർ പളനി. പ്രീതി കേസിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ ശേഖരിക്കണം, അതിനുവേണ്ടി വന്നതാണ്.
വരൂ വരൂ, ഞാനും നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു. വളരെ ക്രൂരമായൊരു നഖം കൊണ്ടുള്ള പാടുകൾ മാത്രമാണ് ഒരേ ഒരു തെളിവ്. എന്നാൽ ആ നഖപ്പാടുകൾ ഏതായുധവും ഉപയോഗിച്ചുണ്ടാക്കിയതാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ നഖം കൊണ്ടുള്ള പാടുകൾ പോലെയാകാമെന്നാണ്. അതുകൊണ്ടത് വിശകലനം ചെയ്യാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പരിചയസമ്പന്നരായ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും അവർ വന്ന് നോക്കിയാൽ എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു തരും. അതിനുശേഷം നിങ്ങൾക്ക് റിപ്പോർട്ട് അയച്ചു തരാം. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല ഡോക്ടറെ. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ വേറെ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? അതായത് ആ പെൺകുട്ടി കന്യകയാണോ? ആരെങ്കിലും റേപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടോ? റേപ്പ് ചെയ്തതിൻ്റെ യാതൊരു ലക്ഷണവും ആ പെൺകുട്ടിയുടെ ശരീരത്തിലില്ല. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് ചോദിക്കാൻ ഞാൻ നേരിട്ട് വന്നത്. ഷീസ് എ വെർജിൻ. അവൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ വളരെ ക്രൂരമായ കൊലപാതകം, അത്രമാത്രം. എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടി വരും. ശരി ഡോക്ടറെ, താങ്ക് യു സോ മച്ച്. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വന്ന് നേരിട്ട് കാണാം എന്ന് പറഞ്ഞ പളനി അവിടെ നിന്നിറങ്ങി. കടവന്ത്ര കൊച്ചിയിലെ പണക്കാർ താമസിക്കുന്ന ശാന്തമായ പ്രദേശം. അവിടെയുള്ളൊരു വലിയ ബംഗ്ലാവിലായിരുന്നു വിരമിച്ച RTO ഓഫീസർ ജ്ഞാനവേൽ താമസിച്ചിരുന്നത്. 68 വയസ്സെങ്കിലും അദ്ദേഹത്തിന് ആ പ്രായത്തിൻ്റെ അവശതകളില്ലായിരുന്നു. ഭാര്യ മരിച്ചിട്ട് 5 വർഷമായി. 2 മക്കളും വിദേശത്ത് സെറ്റിൽഡാണ്. ഏകാന്തത അദ്ദേഹത്തെ അലട്ടേണ്ടതാണ്. എന്നാൽ ജ്ഞാനവേൽ തൻ്റെ ആവേശം കൊണ്ട് അതിനെ ജയിച്ചിരുന്നു. എന്നും പുലർച്ചെ എഴുന്നേൽക്കുക, പനമ്പള്ളി നഗർ വാക്വേയിൽ വ്യായാമം ചെയ്യുക എന്നിങ്ങനെ ഒരു യുവാവിനെ പോലെയാണ് ജീവിച്ചു വന്നത്. എന്നാൽ തൻ്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അറിഞ്ഞില്ല. കണ്ണിന് കാണാൻ കഴിയാത്തൊരു വേട്ടപ്പെട്ടി അദ്ദേഹത്തിന് ചുറ്റും നിഴലായി പടർന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ ചലനവും ഒരു ഫയലിൽ ശേഖരിക്കുന്നുണ്ടായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 4:30. നഗരം അഗാധ നിദ്രയിലായിരുന്നു. മഞ്ഞും കടൽക്കാറ്റും കലർന്ന് വീശിയ ആ പുലർച്ചയിൽ ജ്ഞാനവേലിൻ്റെ ബംഗ്ലാവ് ഗേറ്റ് തുറക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വേലക്കാരൻ ഒരു ബൈക്കിൽ പുറത്തേക്ക് പോയി. ഞായറാഴ്ചയായതിനാൽ സുഹൃത്തുക്കൾ വിരുന്നിന് വരും. അതിനായി പുലർച്ചെ തന്നെ മീനും ഇറച്ചിയും വാങ്ങാൻ പോയതാണ് അവൻ പോയി 5-ാം മിനിറ്റിൽ ഒരു നിഴൽ ആ ബംഗ്ലാവിൻ്റെ മതിൽ കടന്നു. സിംഹം മുഖം മൂടി ധരിച്ച ആ രൂപം ശബ്ദമില്ലാതെ ജ്ഞാനവേലിൻ്റെ കിടപ്പുമുറിയിലേക്ക് പ്രവേശിച്ചു. AC പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ മുറിയിൽ ജ്ഞാനവേൽ പാതി ഉറക്കത്തിലായിരുന്നു. ഒരു തവണ കണ്ണു തുറന്ന് സമയം നോക്കിയ അദ്ദേഹം 5 മിനിറ്റ് കൂടി ഉറങ്ങാമെന്ന് കരുതി വീണ്ടും കണ്ണടച്ചു. അദ്ദേഹത്തിന് പിന്നിൽ ആ രൂപം പ്രതിമയെപ്പോലെ നിന്നു. ശ്വാസം പോലും പുറത്തു കേൾക്കാതെ അത്ഭുതകരമായ നിശബ്ദത. പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ ആ സിംഹനഖങ്ങൾ പാഞ്ഞു. ജ്ഞാനവേലിൻ്റെ നെഞ്ച് ഒരു പേപ്പർ കീറുന്ന പോലെ കീറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആഴത്തിലുള്ള ഒരു നഖപ്പാട് ആ വേട്ടക്കാരൻ അവശേഷിപ്പിച്ചു. ജ്ഞാനവേലിൻ്റെ ഹൃദയമിടിപ്പ് പതുക്കെ പതുക്കെ നിലച്ചു. മരണത്തിൻ്റെ വക്കിൽ അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കണ്ടത് മനുഷ്യമുഖമല്ല, ഒരു ക്രൂരമായ സിംഹത്തിൻ്റെ മുഖമാണ്. ആ ഭയത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പിരിഞ്ഞു. രാവിലെ 6:30. ക്രൈം സീൻ. കടവന്ത്രയിലെ ബംഗ്ലാവ് ഇപ്പോൾ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ്. സബ് ഇൻസ്പെക്ടർ പളനി ചുറ്റും ചിതറിക്കിടക്കുന്ന തെളിവുകൾക്കായി തിരയുകയാണ്. ഫോറൻസിക് വിദഗ്ധർ ശരീരം പരിശോധിച്ചു കഴിഞ്ഞിരുന്നു. പളനി വേലക്കാരനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. അവൻ പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കൊലപാതകം നടന്നപ്പോൾ നീ വീട്ടിലില്ലായിരുന്നോ? ഇല്ല സാറേ, ഇന്ന് ഞായറാഴ്ചയാണ്. സാറിൻ്റെ സുഹൃത്തുക്കൾ വരുമെന്ന് പറഞ്ഞ് ഇറച്ചി വാങ്ങാൻ പുലർച്ചെ തന്നെ കടയിൽ പോയതാണ്. നീ എപ്പോഴാണ് ഡെഡ് ബോഡി കണ്ടത്? സാർ എപ്പോഴും 5 മണിക്ക് എഴുന്നേറ്റ് വരുമായിരുന്നു. ഇന്ന് കുറേ നേരമായിട്ടും താഴെ വരാത്തതുകൊണ്ട് കോഫി ഇട്ടിട്ട് മുകളിൽ പോയതാണ്. അവിടെ സാറ്. അവൻ കൂടുതൽ സംസാരിക്കാൻ കഴിയാതെ തേങ്ങി. ശരി, ഈ അടുത്ത കാലത്തായി വീടിന് ചുറ്റും ആരെങ്കിലും സംശയാസ്പദമായി നടക്കുന്നത് കണ്ടിരുന്നോ? ഇല്ല സാറേ, അങ്ങനെ ആരെയും കണ്ടില്ല. ആരെങ്കിലും പുതിയ ആളുകൾ സാറിനെ കാണാൻ വന്നിരുന്നോ? ആരും വന്നില്ല സാറേ. ശരി, നിങ്ങൾക്ക് പോകാം. പളനി ആ മുറി വീണ്ടും ഒന്നുകൂടി നോക്കി. പ്രീതിയുടെ കൊലപാതകത്തിൽ കണ്ട അതേ പാറ്റേൺ. എവിടെ തിരഞ്ഞാലും ഒരു വിരലടയാളമില്ല. ഒരു മുടിനാര് പോലും കിട്ടിയില്ല. കയ്യിൽ കിട്ടാത്ത കാറ്റിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ പളനിക്ക് തോന്നി. ഈ ദുരൂഹമായ സിംഹമനുഷ്യനെ എങ്ങനെ പിടിക്കുമെന്ന് അറിയാതെ അദ്ദേഹം തകർന്നുപോയി. കോൺസ്റ്റബിൾ പുഷ്പ അവിടേക്ക് വന്നു. സാർ, നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ വരാൻ പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം താഴെ വന്ന് കാത്തിരിക്കുന്നുണ്ട്. പളനി താഴെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. സാർ, ബോഡി കണ്ടല്ലോ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നന്നായി അറിയാം.
പ്രീതിയുടെ കൊലപാതകവും ഈ കൊലപാതകവും ഒരേ രീതിയിലാണ് നടന്നിരിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. ആ പെൺകുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇദ്ദേഹമാണെങ്കിൽ ഒരു റിട്ടയർഡ് RTO ഓഫീസർ. രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ എങ്ങനെ രണ്ടുപേരുടെയും കൊലപാതകം ഒരേപോലെ നടന്നു എന്നത് ആശയക്കുഴപ്പമാണ് ഡോക്ടറെ. ശരി, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായി കിട്ടിയാൽ ഉടനെ നിങ്ങളെ വിളിക്കാം. മിസ്റ്റർ പളനി, എനിക്കിത് നിങ്ങളോട് പറയണമെന്നുണ്ട്. എനിക്കെന്തോ ഈ കൊലപാതകങ്ങൾ നിലയ്ക്കില്ലെന്ന് തോന്നുന്നു. ഇനിയും അടുത്തടുത്തായി നടക്കാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് അല്പം ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോയി. സിംഹപെരുമാൾ, പേര് പോലെ തന്നെ ഒരു ഗാംഭീര്യം. 40കളുടെ തുടക്കത്തിലാണെങ്കിലും ഇപ്പോഴും ബാച്ചിലറായി തുടരുന്ന അദ്ദേഹത്തിന് സ്ത്രീകൾക്കിടയിൽ വലിയ താല്പര്യമുണ്ട്. വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജീവിതം എങ്ങനെയെങ്കിലും ആഘോഷമാക്കാമായിരുന്നു. എന്നാൽ വാരാന്ത്യങ്ങളിൽ അദ്ദേഹം തിരയുന്നത് ക്ലബ്ബുകളോ പാർട്ടികളോ അല്ല, മറിച്ച് അനാഥാലയമാണ്. അവിടെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധർക്കും അദ്ദേഹം ഒരു വാരാന്ത്യ വസന്തമാണ്. ആ അനാഥാലയത്തിൻ്റെ സ്ഥാപകൻ ഷൺമുഖം സിംഹപെരുമാളിന് ഒരു പിതാവിനെ പോലെയാണ്. രണ്ടുപേരും അനാഥാലയത്തിൻ്റെ വരാന്തയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. പെരുമാൾ, വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു കല്യാണം കഴിച്ച് സെറ്റിലായിക്കൂടെ? ഷൺമുഖം പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. പെരുമാൾ ചെറുതായൊന്ന് ചിരിച്ചു. സാർ, വീണ്ടും അതേ കാര്യമാണോ? എനിക്കിതിൽ താല്പര്യമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്താണോ ഇങ്ങനെ പറയുന്നത്? ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിൽ വന്നാൽ എല്ലാം മാറും. അതൊരു പ്രത്യേക സന്തോഷമാണ്. സാർ, കല്യാണം കഴിച്ച് ഞാൻ എന്ത് നേടാനാണ്? ഒരു പെൺകുട്ടിയെ പ്രണയിക്കും, എനിക്കൊരു മകനോ മകളോ ജനിക്കും. പിന്നെ അവർക്കായി അധ്വാനിക്കണം, സമ്പാദിക്കണം, അവരെ സന്തോഷിപ്പിക്കാൻ ഓടിക്കൊണ്ടേയിരിക്കണം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്സ് എന്നിങ്ങനെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് വരും. എനിക്കിതൊന്നും ശരിയാകില്ല സാർ. ഇപ്പോൾ നോക്കൂ, ഞാൻ വളരെ സന്തോഷവാനാണ്. ഇവിടെ നിന്ന് നമ്മുടെ കുട്ടികളെ നോക്കുന്നു. എനിക്കായി കുറേ അച്ഛനമ്മമാർ ഇവിടെ കാത്തിരിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്നത് ഇവർക്കായി ചെലവാക്കുന്നു. എനിക്കിതിൽ കിട്ടുന്ന സംതൃപ്തി വേറെ എവിടെയും കിട്ടില്ല സാർ എന്ന് ഉറച്ച വാക്കുകളോടെ പറഞ്ഞു. എനിക്കെൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം സാർ. എൻ്റെ മുത്തച്ഛൻ്റെ സ്വപ്നം നിറവേറ്റണം. സോ പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. ഷൺമുഖം നെടുവീർപ്പിട്ടു. ഇപ്പോഴത്തെയും പോലെ പെരുമാൾ ഈ കാര്യമെടുത്തിട്ട് എൻ്റെ വായ അടപ്പിച്ചു. ശരി, ഫുഡ് കഴിച്ചിട്ട് പോകൂ. ഇല്ല സാർ, പിള്ളേർ തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ ഇന്ന് ഡിന്നർ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് യാത്ര ചോദിച്ചു. തൻ്റെ ടാറ്റ നെക്സൺ കാർ വൈറ്റില ഹൈവേയിലൂടെ അദ്ദേഹം ഓടിച്ചു പോയപ്പോൾ സ്പീക്കറുകളിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെല്ലെ മുഴങ്ങി. ആ രാത്രിയിലെ റോഡും കാറ്റും അദ്ദേഹത്തിന് ഒരുതരം ശാന്തി നൽകി. ഒരു മാളിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ആവേശത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരും ചേർന്നൊരു ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ സിനിമ കണ്ടു. സിനിമ കഴിഞ്ഞപ്പോൾ ഒരു പ്രശസ്തമായ റെസ്റ്റോറൻറ്റിൽ ബക്കറ്റ് ബിരിയാണിയും പലതരം ഭക്ഷണങ്ങളും ഓർഡർ ചെയ്ത് വലിയൊരു വിരുന്ന് നടന്നു. ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് പെരുമാൾ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ദൃഢമായ പ്രകാശം തെളിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. നിങ്ങൾ ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ക്രിമിനോളജി മേഖല ഒരു അപകടകരമായ പാതയാണ്. എന്നാൽ ഈ സമൂഹത്തിൽ നിന്നും കുറ്റകൃത്യങ്ങളെയും കുറ്റവാളികളെയും തുടച്ചു നീക്കാൻ നിങ്ങൾ ജനിച്ചിരിക്കുന്നവരാണ്. ഭാവിയിൽ ഒരു ദിവസം നിങ്ങൾ എന്നെക്കുറിച്ച് തീർച്ചയായും ഓർക്കും. അപ്പോൾ എൻ്റെ വാക്കുകൾ മനസ്സിൽ വയ്ക്കുക. എപ്പോഴും സത്യസന്ധമായ പാതയിലൂടെ നടക്കുക. സമൂഹത്തിന് ഏതാണോ നല്ലത് അത് ചെയ്യുക. നിങ്ങൾ തന്നെ ഒരു മാറ്റമായി മാറണം, ഒരു മാതൃകയായി തീരണം. ശരിയല്ലേ? ഒരു വിദ്യാർത്ഥി അത്ഭുതത്തോടെ ചോദിച്ചു. സാർ, എന്താണിങ്ങനെ പെട്ടെന്ന് ഇങ്ങനൊരു സ്പീച്ച്? ഞങ്ങളെ വിട്ടു പോകുന്ന പോലെയാണല്ലോ സംസാരിക്കുന്നത്. പെരുമാൾ പുഞ്ചിരിച്ചു. ഓരോ വർഷവും ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് ഞാൻ നൽകുന്ന ഗ്രാജുവേഷൻ പാർട്ടിയാണിത്. എല്ലാ ബാച്ച് വിദ്യാർത്ഥികളോടും ഞാനിത് പറയാറുണ്ട്. നിങ്ങളോടും അത് തന്നെ പറയുന്നു. അത്രമാത്രം. തീർച്ചയായും സാർ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യും എന്ന് വിദ്യാർത്ഥികൾ ഉറപ്പു നൽകി. ഓക്കെ, അപ്പോൾ വിരുന്ന് തയ്യാറാണ്. എൻജോയ് ചെയ്ത് കഴിക്കാൻ വരൂ എന്ന് അദ്ദേഹം അവരെ ആവേശഭരിതരാക്കി. വിദ്യാർത്ഥികൾ ചിരിച്ച് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ ആ സന്തോഷകരമായ അന്തരീക്ഷത്തിന് നടുവിൽ പെരുമാളിൻ്റെ മനസ്സ് എന്തോ ആഴത്തിലുള്ള ചിന്തയിലായിരുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് രാവിലെ തന്നെ വല്ലാതെ ചൂടുപിടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കൊലപാതകം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ ഒരു ഇഞ്ച് പോലും പുരോഗതിയില്ലാത്തത് കമ്മീഷണറെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പളനി? 2 കൊലപാതകങ്ങൾ നടന്നു.
എന്നാൽ ഇതുവരെ ഒരു ചെറിയ സൂചന പോലും നിങ്ങളുടെ അടുത്തില്ല. കമ്മീഷണറുടെ ശബ്ദം ആ മുറിയെ പ്രകമ്പനം കൊള്ളിച്ചു. സാർ, ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര എല്ലാം പരിശോധിച്ചു. പളനി പരിഭ്രമത്തോടെ വിശദീകരിക്കാൻ തുടങ്ങി. പ്രീതി കൊലക്കേസിൽ അവരുടെ കുടുംബം, ഫ്രണ്ട്സ്, ട്യൂഷൻ ടീച്ചേഴ്സ്, അയൽക്കാർ എല്ലാവരെയും അന്വേഷിച്ചു. അവരുടെ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എല്ലാം ഹാക്ക് ചെയ്ത് നോക്കി. സംശയിക്കാൻ തക്കവണ്ണം ഒന്നുമില്ല സാർ. അതുപോലെ ജ്ഞാനവേൽ സാറിൻ്റെ ഭാഗത്തും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എന്നിവരോട് അന്വേഷിച്ചു. അവിടെയും ഒരു സൂചനയും കിട്ടിയില്ല. പ്രധാനമായും ഈ 2 കൊലപാതകങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല സാർ. എല്ലാം വളരെ ആശയക്കുഴപ്പത്തിലാണ്. കമ്മീഷണർ കസാരയിൽ ചാരിയിരുന്നു. പളനി, നിങ്ങൾ സർവീസിൽ വന്നിട്ട് എത്ര നാളായി? 6 വർഷം സാർ. നിങ്ങൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് പളനി. ഈ കേസ് ഉടനെ CBI കൈകളിലേക്ക് പോകുമെന്ന് തോന്നുന്നു. അതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് പോകൂ. എൻ്റെ ഒരു സുഹൃത്ത് നിങ്ങളെ ബന്ധപ്പെടും. അദ്ദേഹം ഈ കേസിൽ നിങ്ങൾക്ക് വഴികാട്ടിയാകും. അദ്ദേഹത്തിന് നിങ്ങളുടെ പൂർണ്ണ സഹകരണം നൽകുക. തീർച്ചയായും സാർ. പളനി അദ്ദേഹത്തിന് സല്യൂട്ട് നൽകി പുറത്തു വന്നു. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ. കുറച്ചു സമയത്തിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത നിറത്തിലുള്ള SUV സ്റ്റേഷൻ്റെ മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയ ആ വ്യക്തി നേരിട്ട് CIയുടെ മുറിയിലേക്ക് കയറി കസാരയിലേക്ക് ഇരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ആദിത്യൻ. മുൻ CBI ഉദ്യോഗസ്ഥൻ, നിലവിലൊരു സ്വകാര്യ കുറ്റാന്വേഷകൻ. പളനി ആ മുറിയിലേക്ക് വന്നപ്പോൾ അവിടെ ഇരുന്ന വ്യക്തിയെ കണ്ട് അന്തം വിട്ടുപോയി. തന്നെ നയിക്കാൻ ഒരു 60 വയസ്സുകാരൻ വരുമെന്ന് പ്രതീക്ഷിച്ച പളനിക്ക് ആദിത്യയുടെ യൗവനവും പ്രസരിപ്പും അത്ഭുതമുണ്ടാക്കി. ആദിത്യ തന്നെ പരിചയപ്പെടുത്തി. ഓക്കെ പളനി, കൂൾ ഡൗൺ. നമുക്ക് അന്വേഷണം ആരംഭിക്കാം. ഈ ഭീകരനായ കൊലയാളിയെ നമുക്ക് ഉടനെ കണ്ടുപിടിക്കാം എന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അതേസമയം ഒരു കോൺസ്റ്റബിൾ കിതച്ചുകൊണ്ട് ഓടി വന്നു. സാർ, സാർ, മറ്റൊരു കൊലപാതകം. മട്ടാഞ്ചേരി പഴയ പാലത്തിന് താഴെ ഒരു ഓട്ടോ ഡ്രൈവർ മരിച്ചു കിടക്കുന്നു. പളനിയും ആദിത്യയും പരസ്പരം നോക്കി. ആ മുറിയിലെ നിശബ്ദത ആദിത്യ മാറ്റി. വരൂ പളനി, വേഗം നമുക്ക് അങ്ങോട്ട് പോകാം. മട്ടാഞ്ചേരി പഴയ പാലം. ഒരു കാലത്ത് കൊച്ചിയുടെ അടയാളമായിരുന്ന ആ സ്ഥലം ഇപ്പോൾ രാത്രി സമയങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ താവളമായും കാമുകന്മാരുടെ ഒളിസ്ഥലമായും മാറിയിരിക്കുന്നു. കാറ്റ് ആ സ്ഥലത്തിൻ്റെ നിശബ്ദതയെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാക്കി മാറ്റിയിരിക്കുന്നു. പാലത്തിൻ്റെ താഴെ ആ ഓട്ടോ തലകീഴായി മറഞ്ഞു കിടക്കുകയായിരുന്നു. അതിനടുത്ത് ഓട്ടോ ഡ്രൈവർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ആദിത്യയും പളനിയും ആ സ്ഥലം ഓരോ ഇഞ്ചായി പരിശോധിക്കാൻ തുടങ്ങി. പളനി, ഈ സ്ഥലം നന്നായി നോക്കൂ. ആദിത്യ ആ ഓട്ടോയുടെ ടയറിന് ചുറ്റും കിടന്ന് മണലിലേക്ക് ഉറ്റുനോക്കി. ചുറ്റും ഇത്രയധികം വീടുകളുണ്ട്. ഇത്രയും പൊതുവായി ഈ സ്ഥലത്ത് ഒരാൾ പോലും ഒന്നും കണ്ടില്ല. പളനി തലചൊറിഞ്ഞു. സാർ, ഇത് തീർച്ചയായും മിഡ്നൈറ്റിൽ നടന്നതായിരിക്കണം. ആ സമയത്ത് ഇവിടെ വെളിച്ചമുണ്ടാകില്ല. ആൾപെരുമാറ്റവും വളരെ കുറവായിരിക്കും. പക്ഷെ ഒരു സാക്ഷി പോലും ഇല്ല എന്നത് എനിക്ക് അത്ഭുതമാണ്. ആദിത്യ ആ ശരീരത്തിൻ്റെ അടുത്ത് കുനിഞ്ഞു നോക്കി. അതേ നഖപ്പാടുകൾ, അതേ ആഴത്തിലുള്ള മുറിവ്. എന്നാൽ ഇത്തവണ കൊലയാളി ഒരു ഓട്ടോ ഡ്രൈവറെയാണ് തിരഞ്ഞെടുത്തത്. ഒരു സ്കൂൾ കുട്ടി, ഒരു റിട്ടയേർഡ് ഓഫീസർ, ഇപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ. ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? കുറച്ച് സമയത്തിന് ശേഷം അവർ ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഓട്ടോ വന്ന ആ പാലത്തിൻ്റെ താഴെ നിൽക്കുന്നു. ദൃശ്യം വ്യക്തമായി പതിഞ്ഞിരിക്കുന്നു. എന്നാൽ ഓട്ടോയ്ക്ക് പിന്നാലെ ഒരു വാഹനം വരുന്നത് കണ്ടില്ല. ഇതാണ് വിചിത്രമായിരിക്കുന്നത് സാർ, പളനി ആശയക്കുഴപ്പത്തോടെ പറഞ്ഞു. ഓട്ടോ ഡ്രൈവർ ഇവിടെ വന്നിറങ്ങുന്നു. ആരോ ഒരാൾക്കായി അദ്ദേഹം കാത്തിരിക്കുന്നു. പക്ഷേ ക്യാമറയിൽ കാറോ ബൈക്കോ വരുന്നത് കാണുന്നില്ല. അപ്പോൾ കൊലയാളി എങ്ങനെ വന്നിട്ടുണ്ടാകും? ആദ്യത്തെ വീഡിയോ പിന്നോട്ട് ചലിപ്പിച്ചു നോക്കി. കൊലയാളി ഒരു വാഹനത്തിലും വന്നതല്ല പളനി. അവൻ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവൻ മണിക്കൂറുകളോളം അവിടെ തന്നെ ഒളിഞ്ഞിരുന്ന് കാത്തു നിൽക്കുകയായിരിക്കും. ഒരു കാര്യം മാത്രം വ്യക്തമാണ്, അവന് ഈ സ്ഥലം വളരെ നന്നായി അറിയാം. ക്യാമറയിൽ പതിയാത്ത ഡാർക്ക് സ്പോട്ടുകൾ അവന് മനഃപ്പാടമാണ്. ആദിത്യ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ നോട്ട് പാഡ് എടുത്തു. അതിൽ 3 കൊലപാതകങ്ങളെയും ഒരു സിദ്ധാന്തമായി വരച്ചു. ആദ്യ കൊലപാതകം ഫോർട്ട് കൊച്ചി, രണ്ടാമത്തേത് കടവന്ത്ര ബംഗ്ലാവ്, മൂന്നാമത്തേത് ഈ തകർന്ന പാലം. 3ഉം അതിരാവിലെയോ അല്ലെങ്കിൽ അർദ്ധരാത്രിയോ ആണ് നടന്നിരിക്കുന്നത്. കൊലയാളിക്ക് സിംഹത്തോട് താല്പര്യമുണ്ടാകാം. പക്ഷെ ഇവർ തമ്മിലുള്ള കോമൺ ലിങ്ക് എന്താണ്? അതാണ് ഈ കേസിൻ്റെ താക്കോലെന്ന് ആദിത്യ ആഴത്തിലുള്ള ചിന്തയോടെ പറഞ്ഞു. ഓക്കെ ഫൈൻ പളനി, നമുക്ക് ഫോറൻസിക് റിപ്പോർട്ടിനായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായും കാത്തിരിക്കാം. അതിനു മുമ്പ് ഈ ഓട്ടോ ഡ്രൈവറെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേറ്റിംഗ് ചെയ്യണം. അവൻ്റെ പോസിറ്റീവ്സ്, നെഗറ്റീവ്, ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരെയും അന്വേഷിച്ച് ഇതിനു മുമ്പ് നടന്ന കൊലപാതകവും ഇവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തണം.
എന്ന് പറഞ്ഞ ആദിത്യയെ ഒരുതരം ക്ഷീണത്തോടെ പളനി നോക്കി. ഇതൊരു ചാലഞ്ചിങ് കേസാണ് പളനി, ഇതിനൊന്നും തളരരുത് എന്ന് ആദിത്യ ആവേശം നൽകി. എറണാകുളം ഗവൺമെൻറ് ആർട്സ് കോളേജിലെ ക്ലാസ് മുറിയിൽ അന്ന് കാറ്റിലെ ഈർപ്പം കൂടുതലായിരുന്നു. വിദ്യാർത്ഥികളെല്ലാം ഒരുതരം പരിഭ്രാന്തിയോടെ ഇരിക്കുകയാണ്. പെരുമാൾ ക്രിമിനോളജി, സൈക്കോളജി എന്നിവയെക്കുറിച്ച് പാഠമെടുക്കാൻ തയ്യാറായപ്പോൾ കാർത്തിക് എന്ന വിദ്യാർത്ഥി കൈ ഉയർത്തി. സാർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന ആ തുടർച്ചയായ കൊലപാതകങ്ങളെക്കുറിച്ച് സാർ എന്ത് പറയുന്നു? എല്ലാവരും ലയൺ മാനിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്, കാർത്തിക് പറഞ്ഞു. പെരുമാൾ കയ്യിലുണ്ടായിരുന്ന ചോക്ക് താഴെ വെച്ചു. അദ്ദേഹത്തിൻ്റെ നോട്ടം ജനലിലൂടെ പുറത്തേക്ക് നിശ്ചലമായി നിന്നു. ഇതൊരു ക്ലാസിക് സൈക്കോപാത്ത് കേസാണ്. ഇത്തരത്തിലുള്ള കൊലയാളികൾ തങ്ങളെ ഒരു മൃഗമായോ അല്ലെങ്കിൽ ഒരു ഉയർന്ന ശക്തിയായോ കരുതും. സിംഹം എന്നത് കരുത്തിൻ്റെ അടയാളമാണ്. അവൻ തന്നെത്താൻ ഒരു വേട്ടക്കാരൻ, അതായത് ഹണ്ടർ എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരെ ഇരയായി കാണുന്നു. വിദ്യാർത്ഥികൾ ശ്വാസമടക്കി ശ്രദ്ധിച്ചു. അദ്ദേഹം തുടർന്നു. ഇത് പോലീസ് വകുപ്പിന് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ഇത്തരത്തിലുള്ള കുറ്റവാളികൾ യുക്തിക്ക് അപ്പുറമായി പ്രവർത്തിക്കും. അവരെപ്പോൾ ആരെ വേട്ടയാടുമെന്ന് കണക്കാക്കുന്നത് പ്രയാസകരമാണ്. പോലീസ് ഇനിയും ആഴത്തിൽ പരിശോധിക്കണം. കൊലയാളിയുടെ മനസ്സിൽ കയറി നോക്കണം. അതുവരെ ഈ വേട്ട നിൽക്കില്ല എന്ന് പറഞ്ഞ പെരുമാളിനെ നോക്കി, സാർ, അപ്പോൾ ഇനിയും കുറേ കൊലപാതകങ്ങൾ നടക്കുമെന്ന് പറയുകയാണോ? അതേലോ, തീർച്ചയായും ഇതൊരു സൈക്കോ കില്ലർ കേസാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. ഓൾറെഡി 3 കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനിയും എത്ര കൊലപാതകങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏത് തരത്തിലുള്ള ലോജിക്ക് വെച്ചാണ് അവൻ കൊലയ്ക്ക് ഇരയാകുന്നവരെ തിരഞ്ഞെടുക്കുന്നതെന്ന് പോലീസ് ഉടനെ കണ്ടെത്തിയേ പറ്റൂ. സാർ, ഈ 3 കൊലപാതകങ്ങളിലും ഇതുവരെ ഒരു സൂചന പോലും കിട്ടിയിട്ടില്ലെന്ന് പറയുന്നല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ദി കില്ലർ മൈറ്റ് ബി എ പെർഫെക്ഷനിസ്റ്റ്. ഒരു പെർഫെക്റ്റായ കൊലപാതകം എങ്ങനെ ചെയ്യണമെന്ന് അവന് നന്നായി അറിയാമെന്ന അർത്ഥം. സോ ഇതൊരു വെല്ലുവിളി നിറഞ്ഞ കേസാണ് എന്ന് ശ്വാസം വലിച്ച് സിംഹപ്പെരുമാൾ പറഞ്ഞു. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ ഇൻവെസ്റ്റിഗേഷൻ റൂം. അതേസമയം ആദിത്യയും SI പളനിയും ഒരു വലിയ ബോർഡിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ആ ബോർഡിൽ ആദ്യ 3 കൊലപാതകങ്ങളുടെ ചിത്രങ്ങൾ, സ്ഥലങ്ങൾ, സമയങ്ങൾ എന്നിവ കൃത്യമായി സ്കെച്ച് ചെയ്തിരുന്നു. പളനി വല്ലാതെ ക്ഷീണിതനായി കാണപ്പെട്ടു. നോക്കൂ ആദിത്യ, പ്രീതി ഒരു കൊച്ചു പെൺകുട്ടി, ജ്ഞാനമേൽ ഒരു റിട്ടയേർഡ് ഓഫീസർ, ഇപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ. ഇവർക്കിടയിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാകുമെന്ന് തിരഞ്ഞ് എൻ്റെ കണ്ണു വേദനിക്കുന്നു. പക്ഷെ ഒരു നൂൽനാര് പോലും കിട്ടിയിട്ടില്ല. ആദ്യത്തെ ആ ചിത്രങ്ങൾ ഉറ്റുനോക്കി. പളനി, നമ്മൾ ഇതുവരെ അവരുടെ പൊതുവായ ജീവിതമാണ് നോക്കിയത്. ഇനി നമ്മൾ അവരുടെ 2 വശങ്ങളെ, അതായത് ഡാർക്ക് സൈഡ്, അതെല്ലാവർക്കും ഉണ്ടാകുമല്ലോ, അത് പരിശോധിക്കാൻ പോകുന്നു. ഓരോ മനുഷ്യനും പുറത്തറിയാത്ത ഒരു മുഖമുണ്ടാകും. ചിലപ്പോൾ ആ മുഖമാണ് അവരെ അപകടത്തിൽ ചാടിക്കുന്നത്. ആദ്യത്തെ ഒരു മാർക്കർ എടുത്ത് ബോർഡിൽ വലിയൊരു ചോദ്യചിഹ്നം വരച്ചു. നമുക്കിപ്പോൾ പുതിയൊരു ആംഗിൾ ചിന്തിക്കാം. ആ 3 പേരുടെയും നെഗറ്റീവ് കാര്യങ്ങൾ എന്താണ്? പ്രീതിയെക്കുറിച്ച് ആർക്കും അറിയാത്ത രഹസ്യങ്ങൾ വല്ലതും ഉണ്ടായിരുന്നിരിക്കാം. ജ്ഞാനമേൽ തൻ്റെ സർവീസ് കാലത്ത് ആരോടെങ്കിലും ചതി ചെയ്തിട്ടുണ്ടാകാം. ആ ഓട്ടോ ഡ്രൈവർ വേറെ ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അവരുടെ പഴയ പകകൾ, ചെയ്ത തെറ്റുകൾ, ഇതെല്ലാം അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഈ സിംഹത്തിൻ്റെ ഗുഹ എവിടെയാണെന്ന് നമുക്കറിയാൻ സാധിക്കും. പളനിയുടെ കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശം തെളിഞ്ഞു. ശരി സാർ, അവർ 3 പേരുടെയും മൊത്തം ജാതകം നമുക്ക് പരിശോധിക്കാം. എന്തെങ്കിലും ഒരു കാര്യം തീർച്ചയായിട്ടും പുറത്തു വരും. 2 പേരും ആ അർദ്ധരാത്രിയിലും തങ്ങളുടെ പുതിയ തിരച്ചിൽ തുടങ്ങി. ഒരു വശത്ത് സിംഹപ്പെരുമാൾ ക്ലാസ് മുറിയിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ആദിത്യ 2 സത്യങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങി. ആദിത്യയും പളനിയും പ്രീതിയുടെ ജീവിതത്തെ ഒരു സൂക്ഷ്മമായ പഠനമായി പരിശോധന പോലെ അന്വേഷിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ഒരു പാവം സ്കൂൾ വിദ്യാർത്ഥിനിയായി കണ്ടിരുന്ന പ്രീതിയുടെ രൂപം പതുക്കെ ഉടയാൻ തുടങ്ങി. അവളുടെ അടുത്ത കൂട്ടുകാരി ഒരാൾ പേടിച്ചുകൊണ്ട് ഒരു രഹസ്യം പറഞ്ഞു. സാർ, പ്രീതിക്കൊരു രഹസ്യ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ നിന്നും 2 ജംഗ്ഷൻ മാറി താമസിക്കുന്ന അവളുടെ അമ്മൂമ്മയുടെ വീട്ടിൽ വാരാന്ത്യങ്ങളിൽ പോകുമ്പോൾ ആ ഫോണാണ് ഉപയോഗിക്കുക, അവൾ പറഞ്ഞു. ആ പഴയ ഫോൺ വീണ്ടെടുത്ത് പരിശോധിച്ചപ്പോൾ ആദിത്യ ഞെട്ടിപ്പോയി. ആ പെൺകുട്ടിക്ക് 2 കാമുകന്മാരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവർ തൻ്റെ കൂട്ടുകാരികൾക്കൊപ്പം പുറത്തു പോകുമ്പോൾ ദൂർത്തായി പണം ചെലവാക്കിയിരുന്നതായും മനസ്സിലായി. വളരെ കർക്കശക്കാരായ മാതാപിതാക്കളുള്ള അവൾക്ക് എങ്ങനെ ഇത്രയും പണം കിട്ടി? അന്വേഷണം ഊർജിതമാക്കിയപ്പോൾ ആ ഫോണിൽ നിന്നും അവളുടെ അധ്യാപകർക്ക് തന്നെ ചില ബ്ലാക്ക്മെയിൽ മെസ്സേജുകൾ പോയിരിക്കുന്നത് കണ്ടെത്താനായി. ഒരു വലിയ തിരിവായി.
ആ പെൺകുട്ടി തൻ്റെ അധ്യാപകരുടെ രഹസ്യങ്ങൾ വെച്ച് അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയിരുന്നതായി ഉറപ്പായി. ഇപ്പോഴാണ് ആ സിംഹത്തിൻ്റെ വേട്ടയ്ക്കുള്ള കാരണം മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. ആദിത്യ പറഞ്ഞു, സാർ, ഇനിയും കുറച്ചുകൂടി പ്രീതിയെക്കുറിച്ച് അന്വേഷിക്കണോ? തീർച്ചയായും. പ്രീതി പഠിച്ച സ്കൂളിൽ പോയപ്പോൾ അവിടെ പ്രിൻസിപ്പളോട് അനുവാദം ചോദിച്ചിട്ട് അവളുടെ ക്ലാസ് ടീച്ചറെ കണ്ട് ആദിത്യയും പളനിയും സംസാരിച്ചു. സാർ, എനിക്ക് പ്രീതിയെക്കുറിച്ച് വലിയ അറിവില്ല. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 6 മാസമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഴയ ക്ലാസ് ടീച്ചറോട് ചോദിച്ചാൽ അറിയാം. അവരിപ്പോൾ ഈ സ്കൂളിൽ ജോലി ചെയ്യുന്നില്ല, വേറെ സ്കൂളിലേക്ക് മാറ്റം കിട്ടിപ്പോയി, അദ്ദേഹം പറഞ്ഞു. കോൺസ്റ്റബിൾ അവരോട് സംസാരിച്ച് നേരെ ആദിത്യയോടും പളനിയോടും കാര്യം പറഞ്ഞു. അവർ ചോദിച്ചു, ഏത് ടീച്ചറാണ് സംസാരിച്ചത്? കണക്ക് ടീച്ചർ രമ്യ മേഡമാണ് സാർ. അവരിപ്പോൾ ക്ലാസ്സിലുണ്ട്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി അവരെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് രമ്യ മേഡത്തെ കൂട്ടിക്കൊണ്ടുവന്നു. ആദിത്യയെയും പളനിയെയും കണ്ട ഉടനെ രമ്യയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. സാർ, എന്നെ ദയവ് ചെയ്ത് വിട്ടേക്കൂ. ഞാൻ ഒരു സത്യം മറച്ചു വയ്ക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ മനസ്സ് കേൾക്കാതെ നിങ്ങളുടെ കോൺസ്റ്റബിളിനോടത് പറഞ്ഞുപോയി. ഇതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. ഞാൻ വേറെ എന്തെങ്കിലും പറയാൻ പോയാൽ എൻ്റെ പേഴ്സണൽ ലൈഫിനെ അത് ബാധിക്കും എന്ന് കണ്ണീരോടെ പറഞ്ഞു. മേഡം, കൂൾ ഡൗൺ. ഞാൻ നിങ്ങളുടെ കാര്യം പുറത്ത് ആരോടും പറയില്ല. ഞങ്ങൾക്ക് ഈ കേസിൽ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. പ്രതിയെക്കുറിച്ചുള്ള സത്യം ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ആ പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായും സാർ. എൻ്റെ മൊബൈൽ ഫോൺ അവൾ ഹാക്ക് ചെയ്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ സ്നേഹിക്കുന്ന ആൺകുട്ടിയിൽ നിന്നും വരുന്ന മെസ്സേജുകളെല്ലാം എടുത്തിട്ട്, അതുമാത്രമല്ല ഞാൻ അവരോടൊപ്പം സ്വകാര്യമായി ഉണ്ടായിരുന്ന ചില വീഡിയോകളും ഫോട്ടോകളും എല്ലാം എടുത്തു വച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എനിക്കതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ കാര്യം പുറത്തറിഞ്ഞാൽ എൻ്റെ കരിയറും സ്പോയിലാകും, പേഴ്സണൽ ലൈഫും സ്പോയിലാകും. അതുകൊണ്ട് അവൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു. എൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ കഴിയുന്ന അത്രയും പണം വാങ്ങിയിട്ട് പിന്നീട് എന്നെ വിട്ടു. ഒരുപക്ഷെ അവൾക്ക് വേറെ ആരെങ്കിലും ടാർഗറ്റിനെ കിട്ടിയിട്ടുണ്ടാകും. സാർ, മറ്റൊരു കാര്യം. ഈ സ്കൂളിൽ അവൾ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ മരിച്ചുപോയി. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ തീർച്ചയായും എന്തെങ്കിലും ഒരു ലീഡ് കിട്ടിയേക്കാം. ഐ എം സോറി. എനിക്ക് നേരത്തെ ഇതിനെക്കുറിച്ചൊന്നും തുറന്നു പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് കുറച്ച് ധൈര്യം വന്ന് ഞാൻ തുറന്നു പറയുന്നത്. തുടർച്ചയായി അടുത്തടുത്ത് ഒരുപാട് കൊലപാതകങ്ങളും നടക്കുന്നുണ്ടല്ലോ. ഇനി എന്നെ കാണാൻ വരരുത് എന്നവൾ കെഞ്ചി ചോദിച്ചു. സാർ, പ്രീതി കാരണം ഒരു ടീച്ചർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് പുറത്തറിയുകയില്ലായിരുന്നു. പളനി ഈ സംഭവം കേട്ട് ഞെട്ടിപ്പോയി. അപ്പോൾ അടുത്തത് നമ്മൾ പോകേണ്ട സ്ഥലം തീരുമാനമായി കഴിഞ്ഞു. പളനി, വരൂ, ആ ആത്മഹത്യ ചെയ്ത അധ്യാപകൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞവർ അവിടേക്ക് പോയി. ആ പ്രദേശം വളരെ ശാന്തമായിരുന്നു. ശരവണൻ മാഷിൻ്റെ വീട് ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അവിടേക്ക് പോയി. ഞങ്ങളെ കണ്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞങ്ങൾക്ക് കോഫി കൊണ്ടുവന്നു. അതിനുശേഷം, സാർ, എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 1 വർഷമായി. ഇപ്പോഴും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണോ എന്നൊരു തരം പരിഭ്രമത്തോടെ ചോദിച്ചു. ഇല്ലമ്മേ, ഞങ്ങൾ പ്രീതിയുടെ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. പ്രീതിയോ എന്നൊരു നിമിഷം തടസ്സപ്പെട്ടതുപോലെ ആദിത്യയ്ക്ക് മനസ്സിലായി. എന്തോ ഒരു രഹസ്യം ഈ വീട്ടിലുണ്ടായിരുന്നുവെന്ന്. നിങ്ങൾക്ക് ശരവണൻ മാഷിൻ്റെ സ്റ്റുഡൻറ്റ് പ്രീതിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? സാർ, എനിക്ക് ആ പെൺകുട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇല്ല, നിങ്ങൾക്ക് എന്തോ അറിയാം. നിങ്ങൾ ഞങ്ങളിൽ നിന്നും അത് മറച്ചു വയ്ക്കുന്നു. ദയവ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഈ കേസിൽ ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും എന്ന് പളനി ചോദിച്ചപ്പോൾ, സാർ, ഇപ്പോൾ ഒരു 6 മാസം മുമ്പാണ് എനിക്ക് ഈ കാര്യം അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ വേറെ എന്തോ കാര്യത്തിനായി എടുത്തപ്പോൾ ചില മെസ്സേജുകൾ വ്യത്യസ്തമായി തോന്നി. ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഒരുപാട് ഭീഷണി മെസ്സേജുകൾ ഉണ്ടായിരുന്നു. പണം ചോദിച്ചും, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും, അല്ലെങ്കിൽ പുറത്തെല്ലാവരോടും പറയുമെന്നുള്ള രീതിയിൽ പ്രീതി എന്ന പെൺകുട്ടി മെസ്സേജ് ചെയ്തിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ നോക്കുമ്പോഴാണ് അറിഞ്ഞത് ആ പെൺകുട്ടി എൻ്റെ ഹസ്ബൻഡിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. അവളുടെ ഫോട്ടോസ് എല്ലാം അയച്ചിട്ട് നിങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ അയച്ചതെന്ന രീതിയിൽ അവൾ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം കെമിസ്ട്രി ഹാൻഡിൽ ചെയ്യുകയായിരുന്നു. അവൾക്ക് കെമിസ്ട്രി അത്ര വശമില്ലായിരുന്നുവെന്ന് തോന്നുന്നു. അതിൽ മാർക്ക് വേണമെന്നതിനും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നും പണം തട്ടുന്നതിനും വേണ്ടിയാണ് ഈ പണി ചെയ്തതെന്ന് അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം തുറന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എനിക്കിതിൽ കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് പുറത്തുപോയി പരാതി നൽകാൻ ധൈര്യം വന്നില്ല. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് അവിടെ ചീത്തയാകുക. അദ്ദേഹം എത്ര നല്ലവനായാലും ഇത്തരം കാര്യങ്ങളിൽ പെൺകുട്ടികളെയാണല്ലോ സാർ വിശ്വസിക്കുക. ഇപ്പോൾ എൻ്റെ ഭർത്താവ് തന്നെ എന്നെ വിട്ടുപോയി. അതിന് പ്രധാന കാരണം പ്രീതിയാണെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്ങനെയോ ദൈവം ആ പ്രീതിയെ ഇല്ലാതാക്കി. അതെനിക്ക് വലിയ ആശ്വാസമാണെന്ന് അവർ നെടുവീർപ്പിട്ടു.
അവിടെ നിന്നും പുറത്തു വന്ന പളനിയും ആദിത്യയും, ഏകദേശം നമുക്ക് ഈ കേസിൻ്റെ ഒരു ചെറിയ സൂചന കിട്ടിക്കഴിഞ്ഞു പളനി. ഇത് വെച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും മറ്റ് 2 കേസുകളിൽ എന്തെങ്കിലും ഒരു വലിയ സൂചന കിട്ടും എന്ന് ആദിത്യ പറഞ്ഞു. അതേ വേഗതയിൽ ജ്ഞാനവേലിൻ്റെ പിന്നാമ്പുറങ്ങൾ ചെയ്ഞ്ഞപ്പോൾ വിരമിച്ചൊരു ഓഫീസറുടെ അന്തസ്സുള്ള മുഖത്തിന് പിന്നിലുണ്ടായിരുന്ന അഴുക്കുകൾ പുറത്തു വന്നു. അദ്ദേഹം വെറുമൊരു RTO ഓഫീസർ മാത്രമല്ല, രാഷ്ട്രീയക്കാരും മയക്കുമരുന്ന് മാഫിയകളും കള്ളപ്പണം വെളുപ്പിക്കുന്ന ജോലിയിൽ വളരെ പ്രധാനപ്പെട്ട കണ്ണിയായി പ്രവർത്തിച്ചിരുന്നു എന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നടത്തിയിരുന്ന ഒരു IT കമ്പനി വഴിയാണ് ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നതെന്ന് കണ്ടെത്തി. ആ കമ്പനിയിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് അന്വേഷിച്ചപ്പോൾ, സാർ, ജ്ഞാനവേലിനെ കുറിച്ച് ആർക്കും പുറത്ത് യാതൊരു വിവരവും അറിയില്ല. കാരണം അവൻ വളരെ സെക്യൂർഡായാണ് എല്ലാ ജോലികളും ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ ഈ സത്യങ്ങൾ നിങ്ങളോട് സമ്മതിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇനിയും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ചില സത്യങ്ങൾ പറയാം. അതെ, ജ്ഞാനവേൽ ഒരുപാട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിരുന്നു. മണി ലോണ്ടറി അവന് വഴങ്ങുന്ന കലയാണ്. അതും റിട്ടയർഡ് ആയതിനു ശേഷം പൂർണ്ണ ആവേശത്തോടെ അതിലേക്കിറങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കമ്പനി കേരളത്തിലുള്ള വലിയ ആളുകൾക്കെല്ലാം റീച്ചായി. അവർ ചോദിച്ച എല്ലാ സർവീസസും ഞങ്ങൾ ചെയ്തു കൊടുത്തു. ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. യു മേ ഗോ നൗ എന്ന് അധികാരത്തോടെ പറഞ്ഞു. അപ്പോൾ പളനി, സാർ, മറ്റൊരു കാര്യം കൂടി എന്ന് തുടങ്ങിയപ്പോൾ, ഇല്ല പളനി, നമുക്ക് പോകാം എന്ന് ആദിത്യ അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സാർ, ആത്മഹത്യയെക്കുറിച്ച് ചോദിക്കണമല്ലോ. ആരെങ്കിലും ഈ കമ്പനിയിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞാലല്ലേ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ, അതിനെക്കുറിച്ച് ഇയാളോട് ചോദിച്ചാൽ ഇയാൾ കൃത്യമായി മറുപടി പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ആദിത്യ ചോദിച്ചു. തീർച്ചയായും മറുപടി വരില്ല സാർ, അത് ചോദിക്കാൻ വേറെ ആളുടെ വരൂ എന്ന് പറഞ്ഞ ആദിത്യ ആ കമ്പനിയുടെ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പോയി. 3 പേരും ചേർന്ന് ഒരു ചായക്കടയിലായിരുന്നു. ആദിത്യ സെക്യൂരിറ്റിക്ക് ഒരു സിഗരറ്റ് വാങ്ങിക്കൊടുത്തു. എന്നിട്ടത് കത്തിച്ചു കൊടുത്തു. എന്താ സാർ, എങ്ങനെ പോകുന്നു ജോലിയൊക്കെ എന്ന് ചോദിച്ച ആദിത്യയെ തന്നെ ഓർപ്പിച്ചു നോക്കി സെക്യൂരിറ്റി. സാർ, നിങ്ങൾക്കെന്തെങ്കിലും നേരിട്ട് ചോദിക്കാനാണെങ്കിൽ അത് ചോദിക്കൂ, ചുറ്റി വളച്ചൊന്നും ചോദിക്കണ്ട. പിന്നെ ഞങ്ങളുടെ കമ്പനിയിൽ നിയമവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താണെന്ന് എൻ്റെ അറിവിലില്ല സാർ. ശരി, ഒരു ചോദ്യം മാത്രം. നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്ത പിള്ളേരിൽ ഇതുവരെ എത്ര പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? 3 പേര് സാർ. ഇപ്പോൾ ഒരു 6 മാസത്തിൽ 2 പേർ. കമ്പനി തുടങ്ങിയപ്പോൾ മുതൽ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എപ്പോഴാണോ ജ്ഞാനവേൽ സാർ കൂടുതലായി കമ്പനിയിലേക്ക് വരാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ ഈ ആത്മഹത്യ വിഷയം സാധാരണമായി മാറി. പക്ഷേ പോലീസൊന്നും ചെയ്തില്ല. ലവ് ഫെയിലിയർ, സ്ട്രെസ്, കടബാധിത എന്നൊക്കെ പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചു വിട്ടു. എന്തുകൊണ്ടാണെന്ന് ആരും ചോദിച്ചില്ല. പാവം സാറ്. 3 പിള്ളേർ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് പോലും അറിയാതെ മരിച്ചുപോയി. ശരി, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ ആദിത്യ 500 രൂപ സെക്യൂരിറ്റിക്ക് നൽകിയിട്ട് യാത്രയായി. അവസാനമായി ആ ഓട്ടോ ഡ്രൈവർ, അവനെക്കുറിച്ചുള്ള വിവരം ഒരു വിധവയായ സ്ത്രീയിൽ നിന്നാണ് ലഭിച്ചത്. 3 വർഷം മുമ്പ് ഈ ഓട്ടോ ഡ്രൈവറാൽ താൻ അനുഭവിച്ച ക്രൂരതകൾ ആ സ്ത്രീ കണ്ണീരോടെ വിവരിച്ചു. ആ ഡ്രൈവർ വിവാഹിതരായ സ്ത്രീകൾക്ക് മയക്കുമരുന്ന് നൽകി ലൈംഗികമായി ഉപദ്രവിക്കുകയും അത് രഹസ്യമായി പകർത്തി അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വന്നിരുന്നു എന്ന് പുറത്തു വന്നു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന നഗ്ന ചിത്രങ്ങൾ പേടിച്ച് ആരും പരാതി നൽകാൻ മുതിർന്നില്ല. അതിൽ ചില സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നതും ആദിത്യയ്ക്കും പളനിക്കും മനസ്സിലായി. ആദിത്യയും പളനിയും സ്റ്റേഷനിലെ ബോർഡ് നോക്കി. അതിലുണ്ടായിരുന്ന ചിത്രങ്ങൾ കണ്ടു. ഇപ്പോൾ അവർ 3 പേരും പാവമിരകളല്ല. അവർ 3 പേരും ഏതെങ്കിലും ഒരു രീതിയിൽ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ കുറ്റവാളികളാണ്. പളനി, ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ. ഈ 3 കൊലപാതകങ്ങൾക്കും പിന്നിൽ ഒരു പൊതുവായ നീതിയുണ്ട്. കൊലയാളി ആരായാലും രക്തദാഹിയായ സൈക്കോ മാത്രമല്ല. അവൻ തന്നെത്താൻ ഒരു ശിക്ഷാവിധി നടത്തുവാൻ, അതായത് എക്സിക്യൂഷണറായി വിശ്വസിക്കുന്നു. ഈ 3 പേരുടെയും നിയമവിരുദ്ധ പ്രവൃത്തികളാണ് അവരെ ആ സിംഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചത്. ആദിത്യ ആവേശത്തോടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിപ്പോൾ ദൃഢമായി തിളങ്ങി. പക്ഷേ നമ്മൾ അടുത്ത കൊലപാതകം തടഞ്ഞേ മതിയാകൂ പളനി. അവൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാകും. ആ ലിസ്റ്റിൽ അടുത്തത് ആരാണെന്ന് നമ്മൾ വേഗത്തിൽ കണ്ടുപിടിക്കണം. വേട്ട അവൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവനെ തടയണം. അടുത്ത ലക്ഷ്യം കോളേജിലെ യുവ വനിതാ വ്യവസായി, മലർ കൺസൾട്ടൻസി കമ്പനിയുടെ CIO സെൽവി മലർ.
വയസ്സ് 38, വിവാഹിതയല്ല. പുറം ലോകത്തിനറിയുന്ന മലറിൻ്റെ മുഖം ഒരു വിജയിച്ച വനിതയുടേതാണ്. എന്നാൽ മുഖം മൂടിക്ക് പിന്നിൽ ക്രൂരമായൊരു ബിസിനസ് ഒളിഞ്ഞിരിക്കുന്നു. വളരെ കുറഞ്ഞ കാലത്തിൻ്റെ ഉള്ളിൽ അവർ ഇത്രയും വലിയ നിലയിലേക്ക് വന്നതിൻ്റെ പ്രധാന കാരണം വുമൺ ട്രാഫിക്കിംഗ് ആണ്. പെൺകുട്ടികളെ വിദേശത്തേക്ക് നിയമവിരുദ്ധമായി വിൽക്കുന്നതിനായി ഒരു പ്രത്യേക വെബ്സൈറ്റ് തന്നെ അവർ രഹസ്യമായി നടത്തിവന്നു. എത്രയോ പെൺകുട്ടികളുടെ കണ്ണീരിലാണ് അവർ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത്. ആ സിംഹ മുഖം മൂടി മനുഷ്യൻ അവളുടെ ഓരോ ചലനവും പല ദിവസങ്ങളിലായി നിരീക്ഷിച്ച് അവളുടെ അവസാന ദിവസം ഇന്നാണെന്ന് തീരുമാനിച്ചു. രാത്രി 11:30 മണി. ഇടുക്കിയിലെ ഒരു ഇടതൂർന്ന വനപ്രദേശം. അവിടെ മരങ്ങൾക്ക് മുകളിൽ നിർമ്മിച്ച ട്രീ ഹൗസ്. മലർ വർഷത്തിൽ 2 തവണ ഈ ഏകാന്തമായ സ്ഥലത്തേക്ക് തൻ്റെ ആൺ സുഹൃത്തുക്കളോടൊപ്പം വരുന്നത് പതിവാണ്. ഒരാഴ്ച താമസിച്ച് മദ്യപിച്ച് കാടിൻ്റെ ഭംഗിയിൽ മുഴുകും. അന്ന് മൗനമായ നിലാവെളിച്ചത്തിൽ മലരും അവളുടെ ആൺ സുഹൃത്തും മദ്യപിച്ചിട്ട് നൃത്തം ചെയ്യുകയായിരുന്നു. ബോധം മറഞ്ഞ അവസ്ഥയിൽ അവളുടെ സുഹൃത്ത് അഗാധ നിദ്രയിലായി. മലർ മാത്രം തനിയെ അവിടെയുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോയി. സ്ഫടികം പോലെയുള്ള തണുത്ത വെള്ളം. വെള്ളച്ചാട്ടത്തിൻ്റെ മേലെയുള്ള ശബ്ദത്തിനൊപ്പം അവളുടെ സ്പീക്കറിൽ ഒരു ആൽബം പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. സിംഹമുഖം മൂടി അണിഞ്ഞവൻ ഒരു മരത്തിൻ്റെ മുകളിലിരുന്ന് അവളെ ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. അവൻ്റെ കണ്ണുകൾ രക്തവർണ്ണത്തിൽ ചുവന്നിരുന്നു. ഒരു വേട്ടക്കാരൻ്റെ വിശപ്പ് അവൻ്റെ ഞരമ്പുകളിൽ ഓടി. എന്തോ ഒരു ശബ്ദം കേട്ട് മലർ ഞെട്ടി ആ മരത്തിലേക്ക് നോക്കി. ആരുമില്ല. ആശ്വാസത്തോടെ അവൾ തിരിഞ്ഞ് അടുത്ത നിമിഷം അവൾക്ക് മുന്നിൽ ആ സിംഹമുഖം മൂടി മനുഷ്യൻ നിന്നു. മലർ തൻ്റെ പരമാവധി ശബ്ദത്തിൽ നിലവിളിച്ചു. ആ കാട് തന്നെ ആ നിലവിളിയിൽ വിറച്ചു. അവൾ അവനെ ആക്രമിക്കാൻ ശ്രമിച്ച അടുത്ത നിമിഷം അവൻ അവളുടെ കഴുത്തിൽ പിടിച്ച് വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉയർത്തി. അവൻ്റെ മറ്റൊരു കൈയിലെ മൂർച്ചയുള്ള നഖങ്ങൾ മലരിൻ്റെ മുഖത്തും ശരീരമാകെയും ആഴ്ന്നിറങ്ങി കീറി. അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തു വന്ന രക്തം ആ തെളിനീരിനെ ചുവപ്പിച്ചു. അവളുടെ പാപങ്ങൾ ആ ആറിലൂടെ കഴുകിപ്പോകവേ ആ സിംഹമനുഷ്യൻ ഇരുട്ടിൻ്റെ ഉള്ളിൽ മറഞ്ഞു. മലറിൻ്റെ ക്രൂരമായ മരണം നടന്ന ആ വനത്തിൽ വനം വകുപ്പുകാരും പോലീസും തകർന്നു നിന്നു. സാർ, ഇത് തീർച്ചയായും ഒരു സിംഹമോ പുലിയോ ചെയ്ത പണിയാകാൻ വഴിയില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശരീരം മുഴുവനും ഇങ്ങനെ കീറൽ വീണിട്ടുണ്ടെങ്കിൽ അതേതെങ്കിലും ഒരു വൈകൃതമായ മനസ്ഥിതിയുള്ള മനുഷ്യൻ ചെയ്ത പണിയാണ്. എന്നാൽ ഒരു തെളിവ് പോലുമില്ലല്ലോ. മലറിൻ്റെ ശരീരം ചിതറിക്കിടന്ന ആ വെള്ളച്ചാട്ടം ഒരു രഹസ്യത്തിൻ്റെ സാക്ഷിയായി ഒഴുകിക്കൊണ്ടേയിരുന്നു. അതേസമയം കൊച്ചിയിലുള്ള സിംഹപ്പെരുമാളുടെ വീട്. പുറത്തെ ലോകം അദ്ദേഹത്തെ ഒരു ഗാംഭീര്യമുള്ള സുന്ദരനായ അധ്യാപകനായാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ 4 ചുവരുകൾക്കുള്ളിൽ അദ്ദേഹം തികച്ചും വ്യത്യസ്തനായൊരു മനുഷ്യനായിരുന്നു. സിംഹപ്പെരുമാൾ തൻ്റെ സോഫയിലേക്കിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ മേശപ്പുറത്ത് ഒട്ടേറെ മെഡിക്കൽ ഫയലുകൾ ഉണ്ടായിരുന്നു. പലതരം ഗുളികകളും ചിതറിക്കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം മുമ്പെങ്ങുമില്ലാത്ത വിധം വളരെ ക്ഷീണിതമായും വേദനയിലുമായിരുന്നു. അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് ചുമരിലുണ്ടായിരുന്ന തൻ്റെ മുത്തച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് നിന്നു. മുത്തച്ഛ, അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറി. നിങ്ങൾ എനിക്ക് എത്രയോ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. എങ്ങനെ ധൈര്യമായിരിക്കണം, എങ്ങനെ എന്തും നേടിയെടുക്കണം, ഒരു രാജാവായി എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളാണ് പഠിപ്പിച്ചു തന്നത്. പ്രധാനമായും ഒരു രാജ്യത്തിൽ നമ്മളൊരു സിംഹരാജാവായിരിക്കണമെന്ന് പറഞ്ഞു. ജനങ്ങളുടെ നന്മയ്ക്കായി തിന്മയ്ക്കെതിരെ നമ്മൾ തന്നെയാണ് ആയുധമെടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഒരു സിംഹം എങ്ങനെ വേട്ടയാടും, അത് ക്ഷമയോടെ ഇരുന്ന് അതിൻ്റെ ഇരയെ എങ്ങനെയെല്ലാം നിരീക്ഷിച്ച് ഓരോ നിമിഷവും പാഴാക്കാതെ കണ്ണ് ചിമ്മാതെ എല്ലാവിധ ചലനങ്ങളും നിരീക്ഷിച്ച് കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ തന്നെ എങ്ങനെ ആക്രമിക്കുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ പരമ്പരയിൽ വന്ന ഞാൻ. അദ്ദേഹം തൻ്റെ കൈകളാൽ ആ ഫോട്ടോയിൽ തൊട്ടു. ഞാൻ നിങ്ങളെപ്പോലൊരു മികച്ച രാജാവാകാൻ ആഗ്രഹിച്ചില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു മികച്ച മനുഷ്യനെങ്കിലും ആകണമെന്ന് കരുതി. അതെൻ്റെ രീതിയിൽ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ വിധി എൻ്റെ ജീവിതത്തിന് മറ്റൊരു തീരുമാനം എഴുതി വച്ചു. അതുകൊണ്ടാണ് ഞാനും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ലയൺ കിങ്ങായി മാറാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലിപ്പോൾ ഒരു ദൃഢമായ പക തെളിഞ്ഞു. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണം. സിംഹപ്പെരുമാളിൻ്റെ ആ അറിയപ്പെടാത്ത മുഖം ഇപ്പോൾ വെളിപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ വേഗത്തിൽ പ്രവർത്തിക്കണം മുത്തശ്ശ. എൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹം പതുക്കെ തിരിഞ്ഞ് തൻ്റെ ഇരുട്ടുമുറിയിലേക്ക് പോയി. അതുവരെ ഒരു സാധാരണ മനുഷ്യനായി കണ്ടിരുന്ന സിംഹപ്പെരുമാൾ ഇപ്പോൾ അടുത്ത വേട്ടയ്ക്ക് തയ്യാറാകുന്ന ഒരു കാട്ടുസിംഹത്തെ പോലെ ആ ഇരുട്ടിനെ നോക്കി ഗാംഭീര്യത്തോടെ നടന്നുപോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം ആരാണ്?
ആ ഇരുട്ടുമുറിയിൽ ആരുടെ ഫോട്ടോയാണ് ഇപ്പോൾ തൂങ്ങാൻ പോകുന്നത്? ആ ഇരുട്ടുമുറിയിൽ സിംഹപ്പെരുമാൾ തൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. ആ സിംഹമുഖം മൂടിക്ക് പിന്നിൽ അദ്ദേഹമാണെന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹം തൻ്റെ പ്രത്യേക ആപ്പ് പ്രവർത്തിപ്പിച്ച് അടുത്ത ലക്ഷ്യത്തെ നിരീക്ഷിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വെട്രിമാരൻ, വയസ്സ് 58, സ്ഥലം പാലക്കാട്. വെട്രിമാരൻ കൊച്ചിയിലുള്ള തൻ്റെ ആഡംബര ബംഗ്ലാവിലാണ് താമസം. 2 ദിവസമായി മന്ത്രിയുടെ ചലനങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച സിംഹപ്പെരുമാൾ അന്ന് അർദ്ധരാത്രി വേട്ട തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എപ്പോഴും ഒരു കാര്യം ചെയ്യും. ആ കൊലപാതകയെ തീരുമാനിക്കുന്നതിനായി അദ്ദേഹം വായിച്ച ആത്മഹത്യക്കുറിപ്പ് വീണ്ടും ഒരു തവണ വായിച്ചു നോക്കും. അതൊരു കൊച്ചു പെൺകുട്ടിയുടെ കത്താണ്. ചേച്ചി, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ചേച്ചി. ആ മുത്തശ്ശൻ എന്നോട് എന്തിന് ഇത് ചെയ്തു? ഞാൻ കുറേ നാളായി വേദനിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അതിനെക്കുറിച്ച് ആരോട് പറഞ്ഞാലും അതാരും കേട്ടില്ല ചേച്ചി. നിങ്ങൾ മാത്രമാണത് കേട്ടത്. കുറച്ച് നാളായി എനിക്ക് കൃത്യമായി ശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വലിയ പേടിയാകുന്നു ചേച്ചി. ആ മുത്തശ്ശൻ ഒരു ദിവസം എന്നെ കൊണ്ടുപോയി എന്തൊക്കെയോ ചെയ്തു ചേച്ചി. നിങ്ങൾ എവിടേക്ക് തൊട്ടാലാണ് ബാഡ് ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെയെല്ലാം ആ മുത്തശ്ശൻ എന്നെ തൊട്ടു ചേച്ചി. എനിക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നി ചേച്ചി. ഇതിനപ്പുറം ആരോട് എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല എന്നാ കത്തിൽ എഴുതിയിരുന്നു. അത് വായിച്ച ആ ചേച്ചി കത്തിൻ്റെ മുകളിൽ എഴുതിയിരുന്നു, സാർ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാവുന്ന ആ കുട്ടി വലിയ ക്രൂരതകൾ അനുഭവിച്ചാണ് മരിച്ചത്. ഈ ക്രൂരത ചെയ്തവൻ തീർച്ചയായും ജീവനോടെ ഇരിക്കരുത്. ദയവ് ചെയ്തവന് ഒരു വലിയ ശിക്ഷ നൽകൂ. സിംഹപ്പെരുമാളിൻ്റെ കണ്ണുകൾ കൊലവെറിയിൽ ജ്വലിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, സിംഹപ്പെരുമാൾ വെറുമൊരു പ്രൊഫസർ മാത്രമല്ല, ഒരു സൈബർ സെക്യൂരിറ്റി പ്രതിഭയും ക്രിമിനോളജി വിദഗ്ധനുമാണ്. അദ്ദേഹം നിർമ്മിച്ച പ്രത്യേക ഡാർക്ക് വെബ് ആപ്പ് വഴിയാണ് ഇരകളുടെ ആത്മഹത്യക്കുറിപ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. നിയമവ്യവസ്ഥയിൽ നിന്നും നീതി ലഭിക്കില്ലെന്ന് ഉറപ്പുള്ളവരും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരും തങ്ങളുടെ അവസാന സങ്കടം അല്ലെങ്കിൽ രഹസ്യം ലോകത്തെ അറിയിക്കാൻ ഈ രഹസ്യ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരുന്നു. മന്ത്രിയുടെ ക്രൂരതയ്ക്ക് ഇരയായ കുട്ടിയുടെ ചേച്ചി തൻ്റെ അനിയത്തിയുടെ മരണം വെറുതെ ആകരുത് എന്ന ആഗ്രഹത്താൽ ആ കത്ത് ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. സിംഹപ്പെരുമാൾ ഇത് തൻ്റെ സാങ്കേതിക വിദ്യയിലൂടെ കണ്ടെത്തുകയും അത് വേട്ടയ്ക്കുള്ള വാറണ്ടായി സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം മന്ത്രിയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. അർദ്ധരാത്രി 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഒരു മൂലയിലുള്ള മുറിയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ മരണവേദനയിലുള്ള ശബ്ദവും കരച്ചിലും കേട്ടു. സിംഹപ്പെരുമാളിൻ്റെ ഞരമ്പുകൾ തുടിച്ചു. ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു ക്രൂരതയോ? ആക്രോശത്തോടെ വാതിൽ തള്ളി തുറന്ന് ഉള്ളിൽ പ്രവേശിച്ച പെരുമാൾ അവിടെ വെട്രിമാരൻ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ടു. ദേഷ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവന്നു. ഒരു നിമിഷം പോലും വൈകാതെ തൻ്റെ സിംഹനഖങ്ങളായി വെട്രിമാരന് നേരെ പാഞ്ഞു. നീ പിശാചാണോ? ഒരു കുട്ടിയെ പോലും വിടില്ലേ എന്ന് ഗർജിച്ചുകൊണ്ട് മന്ത്രിയുടെ നെഞ്ചിൽ ആഴത്തിൽ കീറി. ആ പെൺകുട്ടി ഭയത്തിൽ വിറച്ച് മൂലയിൽ ഒതുങ്ങി. പെരുമാൾ ഒരു നിമിഷം അവളെ സമാധാനിപ്പിക്കാൻ തിരിഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ രക്തത്തിൽ കുളിച്ചു കിടന്നിരുന്ന വെട്രിമാരൻ അടുത്തുള്ളൊരു കട്ടിയുള്ള ഫ്ലവർവേഴ്സ് എടുത്ത് പെരുമാളിൻ്റെ തലയിൽ ഓങ്ങിയടിച്ചു. അടിയുടെ ശക്തിയിൽ പെരുമാളിൻ്റെ തലയിൽ നിന്നും കുറച്ചു തുള്ളി രക്തം ആ മിനുസമുള്ള തറയിൽ ചിതറി. എന്നാൽ ആ വേദന അദ്ദേഹം വകവച്ചില്ല. ആ പെൺകുട്ടിയെ നോക്കി, പൊയ്ക്കോ, ഓടിപ്പൊയ്ക്കോ, പേടിക്കണ്ട, ഇവിടെ നിന്നും ഓടിപ്പൊയ്ക്കോളൂ എന്ന് ആംഗ്യം കാണിച്ചു. പെൺകുട്ടി പുറത്തേക്ക് പോയതോടെ പെരുമാൾ തൻ്റെ മുഴുവൻ ശക്തിയും സംഭരിച്ച് വെട്രിമാരനെ ആക്രമിച്ചു. ഒരു കാട്ടുസിംഹം തൻ്റെ ഇരയെ കീറുന്ന പോലെ. ആ മുറിയിൽ വെച്ച് തന്നെ വെട്രിമാരൻ്റെ ജീവൻ പിരിഞ്ഞു. വേട്ട കഴിഞ്ഞതോടെ പെരുമാളിൻ്റെ ഉള്ളിൽ ഒരു ആശ്വാസം പരന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരം സഹകരിച്ചില്ല. ആ മുറിയിൽ ചിതറിയ തൻ്റെ രക്തത്തുള്ളികൾ നോക്കാനുള്ള കരുത്ത് പോലുമില്ലാതെ ശാരീരിക ക്ഷീണം കൊണ്ട് തളർന്നടിഞ്ഞ് അവിടെ നിന്നും പുറത്തുപോയി. കൊച്ചിയുടെ വീതികളിൽ ആ സിംഹമനുഷ്യൻ മറഞ്ഞു. എന്നാൽ ആ തറയിൽ വീണ രക്തത്തുള്ളികൾ അത് ആദിത്യന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ തെളിവായി മാറാൻ പോകുന്നു എന്നത് അദ്ദേഹം അറിഞ്ഞില്ല. മന്ത്രി വെട്രിമാരൻ്റെ ബംഗ്ലാവ് ഒരു ശ്മശാനം പോലെ കാണപ്പെട്ടു. സബ് ഇൻസ്പെക്ടർ പളനിയും ആദിത്യയും ആ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രക്തക്കറകളും ചിതറിക്കിടക്കുന്ന വസ്തുക്കളും അർദ്ധരാത്രിയിൽ നടന്ന ആ പോരാട്ടത്തിന് സാക്ഷ്യം പറഞ്ഞു. എന്നാൽ ഇത്തവണ അവർക്ക് ഒരു വലിയ കരുത്ത് ലഭിച്ചു. ഒരു സാക്ഷി. മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വളരെ കൂടുതലായിരുന്നു. ഒരു സംസ്ഥാന മന്ത്രി തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത് സർക്കാരിനെ തന്നെ പിടിച്ചുലച്ചു. ആ പെൺകുട്ടിയുടെ അന്വേഷണം നടത്താൻ ഒരു വനിതാ സൈക്കോളജിസ്റ്റിനെ വരുത്തി.
കുറച്ചു സമയത്തെ അന്വേഷണത്തിന് ശേഷം അവർ പറഞ്ഞു, സാർ, ആ പെൺകുട്ടി വലിയ ഷോക്കിലാണ്. എന്നാൽ അവൾ പറഞ്ഞ വിവരം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മന്ത്രി ഒരു കാമപിശാചാണ്. ആ കൊലയാളിയെക്കുറിച്ച് ആ പെൺകുട്ടി പറഞ്ഞത് അവൻ്റെ മുഖത്ത് ഒരു സിംഹ മുഖംമൂടി ഉണ്ടായിരുന്നു എന്നതാണ്. അവൻ്റെ 2 കൈകളും സിംഹത്തിൻ്റെ കൈകളെപ്പോലെ നഖങ്ങളുള്ളതായിരുന്നു. അവൻ മന്ത്രിയെ ആക്രമിച്ചിട്ട് ഈ പെൺകുട്ടിയെ നോക്കി, പേടിക്കണ്ട, ഇവിടെ നിന്നും ഓടിക്കോളൂ എന്ന് പറഞ്ഞു. അവനൊരു കൊലയാളി മാത്രമല്ല സാർ, ആ പെൺകുട്ടിക്ക് അവൻ ഒരു ദൈവത്തെ പോലെയാണ്. മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ ചോദ്യം ചെയ്തപ്പോൾ, സാർ, മാസത്തിൽ 2 തവണയെങ്കിലും ഇത്തരത്തിൽ കൊച്ചുകുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് ഉപദ്രവിക്കാറുണ്ട്. ഈ കാര്യം ആർക്കും പുറത്തറിയില്ല. ഇത്തരത്തിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അന്ന് വീട്ടിൽ ഒരു സുരക്ഷയും ഉണ്ടാകില്ല. അതുമാത്രമല്ല, ആരോടും വരരുതെന്നും പറയും. ഇതിനെക്കുറിച്ച് എനിക്ക് പോലും വലിയ അറിവില്ല സാർ. ഇതെല്ലാം ചെയ്യാൻ അദ്ദേഹം ഒരു ഗ്യാങ്ങിനെ തന്നെ വച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല സാർ. ഇത് കേട്ടതോടെ പളനി ആദിത്യയെ നോക്കി. സാർ, ഭരണകക്ഷിയിലുള്ള മന്ത്രിയാണ്, തീർച്ചയായും റൂളിംഗ് പാർട്ടി. ഇതിനെക്കുറിച്ച് പുറത്തു വരാൻ അനുവദിക്കില്ല. ഇങ്ങനെ വന്നാൽ അതവർക്ക് വലിയൊരു തിരിച്ചടിയാകും. അതുകൊണ്ട് ഇതിനെ പരമാവധി ഒതുക്കി തീർക്കാനേ നോക്കൂ എന്ന് പറഞ്ഞു. ആദിത്യ ചിരിച്ചുകൊണ്ട്, അത് ശരിയാണ്. എങ്ങനെയായാലും നമുക്ക് കൊലയാളിയെ പിടിച്ചേ പറ്റൂ. അടുത്ത കൊലപാതകം തടഞ്ഞേ പറ്റൂ. അതിനുവേണ്ടിയെങ്കിലും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം പളനി. എന്തു പറയുന്നു? അടുത്ത ദിവസം രാവിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പളനിക്ക് ഒരു അടിയന്തര വിളി വന്നു. ആദിത്യയും പളനിയും ലാബിലേക്ക് കുതിച്ചു. സാർ, ആ തറയിൽ ചിതറിക്കിടന്ന രക്തക്കറകളിൽ ഒരു വലിയ സൂചന കിട്ടിയിട്ടുണ്ട്, ഫോറൻസിക് ഓഫീസർ പറഞ്ഞു. മന്ത്രിയുടെ രക്തഗ്രൂപ്പല്ലാതെ അവിടെ മറ്റൊരു വ്യക്തിയുടെ രക്തവും ചിതറിക്കിടന്നിരുന്നു. അത് തീർച്ചയായും ആ പോരാട്ടത്തിൻ്റെ ഇടയിൽ കൊലയാളിക്കുണ്ടായ മുറിവിൽ നിന്നും വന്ന രക്തമാണ്. ആ ഫോറൻസിക് ഓഫീസർ ആദിത്യയുടെ മുന്നിലേക്കൊരു ഫയൽ നീട്ടി. സാർ, ഇതൊരു വലിയ ലീഡാണ്. ഈ കൊലയാളിക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ട്. അതും വളരെ ക്രിട്ടിക്കലായ സ്റ്റേജിലാണ്. അദ്ദേഹത്തിൻ്റെ രക്തകോശങ്ങൾ വളരെ ദുർബലമാണ്. ഈ അവസ്ഥയിലുള്ള ഒരാൾ ഇനിയും കുറച്ച് ആഴ്ചകളല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ജീവനോടെ ഇരിക്കൂ. യാതൊരു ചികിത്സയും അദ്ദേഹം എടുത്തതായി കാണുന്നില്ല. രക്തത്തിൽ മെഡിസിൻ്റെ ഒരു സിംറ്റംസും കണ്ടെത്താനായിട്ടില്ല. ഇത് കേട്ടതും പളനി ഞെട്ടിപ്പോയി. സാർ, അപ്പോൾ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തത് ഒരു മരണക്കിടക്കയിലുള്ള രോഗിയാണോ? ആദിത്യയുടെ കണ്ണുകൾ തിളങ്ങി. ഇപ്പോൾ കാര്യം വ്യക്തമായി പളനി. ഒരാൾ താൻ മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഈ സമൂഹത്തിലുള്ള അഴുക്കുകൾ തുടച്ചു നീക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മരണത്തെ ഭയമില്ലാത്ത ഒരാൾ മാത്രമേ ഇത്രയും ധീരമായി പ്രവർത്തിക്കാൻ കഴിയൂ. ഇപ്പോൾ നമ്മൾ കൊച്ചിയിലുടനീളമുള്ള ക്യാൻസർ ആശുപത്രികളിലും മറ്റാശുപത്രികളിലും ബ്ലഡ് റിപ്പോർട്ടുകൾ പരിശോധിക്കണം. ഈ രോഗം ബാധിച്ച എല്ലാവരുടെയും വിവരങ്ങൾ എടുത്താൽ തീർച്ചയായും ഈ കൊലയാളിയെ കണ്ടുപിടിക്കാം. ആദിത്യയും പളനിയും ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. കൊച്ചിയിലെ എല്ലാ പ്രധാന ആശുപത്രികളിൽ നിന്നും രക്താർബുദം ബാധിച്ച അവസാന ഘട്ടത്തിലുള്ള രോഗികളുടെ പട്ടിക ശേഖരിച്ചു. പളനി, ബ്ലഡ് ഗ്രൂപ്പ്, പ്രായം, ക്യാൻസർ കോശങ്ങളുടെ തീവ്രത, ഇത് 3ഉം വെച്ച് പട്ടിക ചുരുക്കൂ, ആദിത്യ പറഞ്ഞു. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷം കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു പേര് തെളിഞ്ഞു വന്നു. ആദിത്യ അത് കണ്ടത് ഞെട്ടിപ്പോയി. സാർ, അദ്ദേഹത്തിൻ്റെ പേര് സിംഹ പെരുമാൾ, വയസ്സ് 40, ആരോഗ്യസ്ഥിതി 4ാം ഘട്ട രക്താർബുദം. അവർ ഉടനെ തന്നെ അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടറെ കണ്ട് സംസാരിച്ചു. സിംഹ പെരുമാളോ? ഓ, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണല്ലോ. അദ്ദേഹത്തെ അന്വേഷിച്ചു വന്നതാണോ? എന്താണ് പ്രശ്നം? ഡോക്ടർ ചോദിച്ചു. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അഡ്രസ്സോ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന വിവരമോ അറിയാമെങ്കിൽ അതൊന്ന് പറയാമോ? തീർച്ചയായും. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എൻ്റെ നേഴ്സിനോട് വാങ്ങിക്കോളൂ. അദ്ദേഹം ഗവൺമെൻറ് കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്യുകയാണ്. വളരെ വളരെ നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ വന്നത് എനിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുമാത്രമല്ല, യാതൊരു ട്രീറ്റ്മെൻറ്റും വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ദൈവം തന്ന സമ്മാനമാണ്, ഞാൻ അതുപോലെ സ്വീകരിക്കുന്നു. എത്ര നാൾ ജീവിക്കാൻ കഴിയുമോ അത്ര നാൾ സന്തോഷമായി ജീവിച്ചു പോകാമെന്ന് അദ്ദേഹം പറഞ്ഞു. അവർ ഉടൻ തന്നെ സിംഹപെരുമാളിൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. എന്നാൽ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. കോളേജിൽ പോയപ്പോൾ അദ്ദേഹം അവധിയിലാണെന്ന വിവരമാണ് ലഭിച്ചത്. ഒടുവിൽ പെരുമാൾ ഇടയ്ക്കിടെ പോകുന്ന ഒരു അനാഥാലയത്തിലേക്ക് കുതിച്ചു. അവിടെ ഷൺമുഖം അവരെ ആശയക്കുഴപ്പത്തോടെ സ്വീകരിച്ചു. ചേട്ടാ, പെരുമാൾ എവിടെ? അദ്ദേഹം ഇവിടെ വന്നു, ആദിത്യ വേഗത്തിൽ ചോദിച്ചു. ഷൺമുഖം കണ്ണു തുടച്ചു. ഇല്ല മോനെ, കഴിഞ്ഞ 2 ആഴ്ചയായി അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. പക്ഷേ പെരുമാളിനെ കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയില്ല. അദ്ദേഹം സാധാരണ മനുഷ്യനല്ല. പാലക്കാട് ഒരു കാലത്ത് വാണിരുന്ന വലിയൊരു രാജപരമ്പരയിൽപ്പെട്ടവരാണവർ. അല്ല, എന്തിനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്? അതിലും സിംഹപെരുമാളിനെ കുറിച്ച് എന്തിനാണ് നിങ്ങൾ അറിയുന്നത് എന്ന് ഷൺമുഖം ചോദിച്ചു. അതിനുശേഷം ആദിത്യ എല്ലാം വിശദമായി ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനൊരു വലിയ ജന്മിയായിരുന്നു.
അവരുടെ പരമ്പരയിൽ എല്ലാവരും സിംഹത്തെയാണ് തങ്ങളുടെ കുലദൈവമായി വന്ദിക്കുന്നത്. വേട്ടയാടുന്നത് അവരുടെ രക്തത്തിലുള്ള കലയാണ്. എന്നാൽ സിംഹപ്പെരുമാൾ അത്തരക്കാരനല്ല. തൻ്റെ പൂർവികർ സമ്പാദിച്ചു വച്ച അത്രയും സ്വത്തുക്കളും ആഭരണങ്ങളും ഞങ്ങളുടെ ട്രസ്റ്റിന് ദാനമായി നൽകി. തനിക്കായി ഒന്നും വച്ചില്ല. അദ്ദേഹം എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല സാർ. പക്ഷെ അദ്ദേഹം എന്തു ചെയ്താലും അതിലൊരു നല്ല കാരണമുണ്ടാകും, ഷൺമുഖം ഉറപ്പിച്ചു പറഞ്ഞു. ആദിത്യ ആ അനാഥാലയത്തിൻ്റെ ഒരു മൂലയിലുണ്ടായിരുന്ന പഴയ ഫോട്ടോ കണ്ടു. അതിൽ പെരുമാളിൻ്റെ മുത്തച്ഛൻ രാജകീയ വസ്ത്രമണിഞ്ഞ് കയ്യിൽ സിംഹത്തലയുള്ള ചെങ്കോലുമായി നിൽക്കുന്നുണ്ടായിരുന്നു. പളനി, ഇതൊരു സാധാരണ സൈക്കോ കൊലക്കേസല്ല, ആദിത്യ പറഞ്ഞു. തൻ്റെ മരണം ഉറപ്പായി എന്നറിഞ്ഞ ഒരു രാജാവ് തൻ്റെ രാജ്യത്തുള്ള കച്ചറകളെ സ്വന്തം കൈകളാൽ പിഴുതെറിയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു വേട്ടക്കാരനായി മാറിയതല്ല, അദ്ദേഹം ഒരു ജഡ്ജിയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിലെ നിയമം ഇത് അംഗീകരിക്കില്ല. അദ്ദേഹം അടുത്ത വേട്ടയ്ക്ക് എവിടെയോ പോയിട്ടുണ്ടാകും. ആദിത്യൻ തൻ്റെ മൊബൈൽ ഫോണിൽ പാലക്കാടിൻ്റെ മാപ്പ് തിരയാൻ തുടങ്ങി. പെരുമാൾ തൻ്റെ അവസാന ശ്വാസം തൻ്റെ സ്വന്തം മണ്ണിൽ തന്നെ വിടാൻ ആഗ്രഹിക്കുമെന്ന് ആദിത്യ തിരിച്ചറിഞ്ഞു. ആദിത്യയും പളനിയും സിംഹപ്പെരുമാളിൻ്റെ ആ രഹസ്യ ഇരുട്ടുമുറിയിലേക്ക് വീണ്ടും പ്രവേശിച്ചു. ഈ തവണ അവരുടെ നോട്ടം ഒരു കുറ്റാന്വേഷകന്റെ നോട്ടമായിരുന്നില്ല, മറിച്ചൊരു ഉത്തരം തേടിയുള്ള യാത്രയായിരുന്നു. അവിടെയുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ആദിത്യ പരിശോധിച്ചപ്പോൾ പെരുമാൾ നിർമ്മിച്ച ആ ഡാർക്ക് വെബ് ആപ്പിനെ കുറിച്ച് ഉള്ള സത്യം പുറത്തു വന്നു. അതൊരു സാധാരണ ആപ്പല്ല, അത് നീതിയാൽ കൈവിട്ടുപോയവരുടെ അവസാന ആശ്രയമാണ്. കേരളത്തിന് ചുറ്റുമുള്ള പലരുടെയും ആത്മഹത്യാക്കുറിപ്പുകൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പളനി, ഇവിടെ നോക്കൂ. ആദ്യത്തെ ഒരു ഫയൽ തുറന്നു. അത് പ്രീതിയെക്കുറിച്ചുള്ളതാണ്. പ്രീതിയാൽ ഉപദ്രവിക്കപ്പെട്ട ഒരു അധ്യാപകൻ തൻ്റെ ആത്മഹത്യയ്ക്ക് മുമ്പ് എഴുതിയ കത്താണത്. പ്രീതി തന്നെ ഭീഷണിപ്പെടുത്തുകയും അതിന് വഴങ്ങി പണം നൽകിയിട്ടും ഭീഷണി കുറഞ്ഞില്ലെന്നും അദ്ദേഹം എഴുതിയിരുന്നു. ഈ പെൺകുട്ടി എൻ്റെ ജീവിതം തകർത്തു, ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. ഞാനതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് അദ്ദേഹം ആ ആപ്പിൽ എഴുതിയിരിക്കുന്നു. ഇത്തരത്തിലാണ് ഓരോ ലക്ഷ്യത്തെയും സിംഹപ്പെരുമാൾ തിരഞ്ഞെടുത്തത്. അദ്ദേഹം ഒരു കൊലയാളിയല്ല പളനി, അദ്ദേഹം ഒരു ക്ലീനറാണ്. സമൂഹത്തിലെ അഴുക്കുകൾ തുടച്ചു നീക്കാൻ തുനിഞ്ഞ ഒരു രാജാവായാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ആദിത്യ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പെരുമാളിനെ പോലീസ് എവിടെ തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു നിഴലായി മറഞ്ഞുപോയി. എന്നാൽ ഒരു രാജാവ് തൻ്റെ രാജ്യം വിട്ടുപോയാലും അവൻ്റെ പ്രഭാവം അറിയുന്നില്ല. പെരുമാളിൻ്റെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിന് ശേഷം അദ്ദേഹം അവശേഷിപ്പിച്ച കുറിപ്പുകളെക്കുറിച്ചും ആ ഡാർക്ക് വെബ്സൈറ്റിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഒരു വിശദമായ പഠനം നടത്തി. അത് തെളിവുകൾ സഹിതം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ജനം അത്ഭുതപ്പെട്ടു. തുടക്കത്തിൽ ഒരു സൈക്കോ കില്ലർ എന്ന് പേടിച്ചപ്പോൾ ഇപ്പോൾ സിംഹപ്പെരുമാളിനെ ഒരു നായകനായി കാണാൻ തുടങ്ങി. നിയമം ശിക്ഷിക്കാൻ പരാജയപ്പെട്ട ഇടങ്ങളിൽ തൻ്റെ ജീവൻ പണയം വെച്ച് മരണാസന്നനായ അവസ്ഥയിലും അദ്ദേഹം നീതി നടപ്പിലാക്കിയത് എല്ലാവരെയും കണ്ണീരിലഴ്ത്തി. അദ്ദേഹം ചെയ്തത് നിയമപരമായി തെറ്റായിരിക്കാം, എന്നാൽ അദ്ദേഹം ചെയ്തത് ജനങ്ങളുടെ നന്മയ്ക്കാണെന്ന് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. ഒരു കുറ്റവാളിയായി മറഞ്ഞിരിക്കേണ്ടി വന്ന പെരുമാള് ജനങ്ങളുടെ മനസ്സിൽ ഒരു രാജാവായി സിംഹാസനമേറി. എവിടെയെങ്കിലും ഒരു മലഞ്ചെരുവിലോ അല്ലെങ്കിൽ തൻ്റെ തറവാട് മണ്ണിലോ പെരുമാളിൻ്റെ അവസാന ശ്വാസം കാറ്റിൽ അലിഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ വേട്ടയുടെ തുടക്കം, അദ്ദേഹം തുടങ്ങിയ യാത്ര പലരുടെയും മനസ്സിൽ സത്യസന്ധതയ്ക്കുള്ള വിത്ത് പാകിയിട്ടാണ് പോയത്. സിംഹം മറഞ്ഞാലും അതിൻ്റെ ഗർജനം സമൂഹത്തിൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. കഥ അവസാനിച്ചിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പെരുമാൾ മരിച്ചിട്ടുണ്ടാകുമോ? അതോ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടാവുമോ? ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാകുമല്ലേ. എന്തായാലും അസുഖമുള്ള ആളല്ലേ. നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും അടിപൊളി കഥയല്ലായിരുന്നു. നാളെയും വരും. അതുകൊണ്ട് ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്തോ കേട്ടോ. ലവ് യു ഓൾ. ബൈ.